സമയം ഇപ്പോൾ ഏകദേശം 10 മണിയായി കാണണം. ഗ്രാമത്തിൽ നിന്നും കുറച്ചു മാറി ഉണ്ടായിരുന്ന ഒരു നിലം അവിടുത്തെ ആളുകളെല്ലാം ചേർന്ന് ഉഴുതു മറിക്കുകയാണ്. അടുത്ത കൃഷിക്ക് വേണ്ടി നിലത്തെ തയ്യാറെടുപ്പിക്കുകയാണ്. ഗ്രാമത്തിൽ നിന്നും അവർ കൊണ്ടുവന്ന കന്നുകാലികളായിരിക്കണം അവരുടെ കൃഷിയിടത്തിന് സമീപത്ത് മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാമാന്യം വലിപ്പമുള്ള പശുക്കളായിരുന്നു അവ. കാര്യങ്ങളെല്ലാം പറഞ്ഞ് തമാശകളും പൊട്ടിച്ചിരികളുമായി അവർ നിലം ഉഴുതു മറിച്ചുകൊണ്ടിരുന്നു. കൊടുന്നനെ അത് സംഭവിച്ചു. അവരുടെ നിലത്തിന് ഒരു വശത്തു നിന്നും പശുവിന്റെ അലർച്ചകൾ കേട്ടു. അതിന്റെ കൂടെ ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനവും. ശബ്ദം കേട്ട ദിക്കിലേക്ക് സ്വാഭാവികമായി അവർ തിരിഞ്ഞു നോക്കി. അവർ ആ കാട്ടേക്ക് മഞ്ഞ ഉടലിൽ കറുത്ത വരകളോടുകൂടിയ സാമാന്യം വലിപ്പമേറിയ ഒരു കടുവ ചാടി വീണിരിക്കുകയാണ്. ചുറ്റുമുള്ള മറ്റ് കിടാക്കളും പശുക്കളും എല്ലാം ചിതറി അവിടുന്ന് നാലുപാട് മൂടി കരഞ്ഞുകൊണ്ട്. എന്തു ചെയ്യണമെന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്ന കർഷകർ അവിടെ ഉണ്ടായിരുന്ന കല്ലുകളും മറ്റും ആ കടുവയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞു. ഏറുകൾ എത്ര കൊണ്ടിട്ടും കടുവ തന്റെ ഇരയെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. കുറച്ച് കർഷകർ ചേർന്ന് അവിടെ കൈവശം ഉണ്ടായിരുന്ന നീളമേറിയ വടികൾ എടുത്തുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് പോയി ആ കടുവയെ അടിച്ചോടിക്കുവാൻ വേണ്ടി 2-3 പേർ അടിക്കുകയും ചെയ്തു. അവർ ആദ്യം കരുതിയത് 2-3 അടിയും ഈറും കൊള്ളുമ്പോൾ കടുവ തന്റെ ഇരയെ ഇട്ടിട്ട് ഭയന്ന് പോകുമെന്നാണ്. എന്നാൽ അവിടെ അവർക്ക് തെറ്റി. ആ കടുവ ഒട്ടും ഭയന്നില്ല എന്നു മാത്രമല്ല, തന്നെ ആരാടാ ഭയപ്പെടുത്തുവാൻ എന്ന മട്ടിലായിരുന്നു പിന്നീട് അത് പ്രതികരിച്ചത്. തന്റെ ഇരയുടെ ജീവൻ എപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ കടുവ തന്റെ ഇരയിൽ നിന്നും പിടിവിട്ടു. തന്നെ അടിച്ച, തന്നെ കല്ലെറിഞ്ഞ ഗ്രാമത്തിലെ ആളുകളെ ഭയപ്പെടുത്തുവാൻ തന്നെയായിരിക്കണം പിന്നീട് അവൻ തീരുമാനിച്ചത്. ഉഗ്രത്തിൽ ഗർജിച്ചുകൊണ്ട് ചത്തുകിടന്ന പശുവിന്റെ മുകളിലൂടെ അവൻ ചാടി. പിന്നീട് അവനെ ഉപദ്രവിച്ച കർഷകർക്ക് നേരെ അവൻ ചാർജ് ചെയ്ത് അലറിക്കൊണ്ടെടുത്തു. അവന്റെ ഉഗ്രമായ ഗർജനവും അവന്റെ ചാർജ് ചെയ്തുള്ള വരവും കണ്ട് ആ കൃഷിയിടത്തിൽ ഉണ്ടായിരുന്നവർ എല്ലാം ഭയന്നു. നൊടിയിട കൊണ്ട് ആ കൃഷിയിടം കാലിയായി. ആളുകൾ നാലുപാടം ചിതറിയോടി. പിന്നെ ആ കടുവ അവിടെ ഇട്ട് തന്നെ അവൻ പിടിച്ച ഇരയായി തീർന്ന പശുവിനെ ഭക്ഷിച്ചു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് MM ഇസ്മയിലിന്റെ ഒരു വേട്ടക്കഥയാണ്. അതിസാഹസികമായി അദ്ദേഹം നടത്തിയ ഒരു വേട്ട അനുഭവത്തിന്റെ കഥ, പലഷ് ഘാട്ടയിലെ കടുവയുടെ കഥ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. പലാഷ്കട്ടിലെ കടുവയെക്കുറിച്ചുള്ള വിവരം ഞാൻ ആദ്യം അറിയുന്നത് എൻ്റെ ഒരു ട്രാക്കറും അതുപോലെ തന്നെ എൻ്റെ ഒരു ഇൻഫോമറുമായ കനയ്യ എന്ന ആൾ വഴിയാണ്. അയാളുടെ ഗ്രാമത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എനിക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി തരുന്നത് കനയ്യയാണ്. മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുവാനും അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുവാനും എല്ലാം സഹായിക്കുന്നത് അദ്ദേഹമാണ്. അയാൾ വഴിയാണ് ഞാൻ ഈ കടുവയെപ്പറ്റി അറിഞ്ഞത്. കലാഷ്കട്ട് ഒരു ചെറിയ പട്ടണമാണ്. അവിടെ നിന്നും 14 മൈൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മഹൂസിൻ എന്ന ഒരു കൺട്രോൾമെന്റ് ഏരിയയിൽ എത്തിച്ചേരും. ഇവിടെ നിന്നും 2 മൈൽ കൂടി സഞ്ചരിച്ചാൽ ചോട്ടാജാം എന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരാം. അവിടേക്ക് പോകുന്ന വഴി വളരെ മോശമൊന്നുമല്ല. കാരണം കുറച്ചു മാസങ്ങൾക്ക് മുന്നെയാണ് ഞാൻ അവിടേക്ക് പോയത്. വനത്താൽ ചുറ്റപ്പെട്ടാണ് ഈ പ്രദേശങ്ങൾ അത്രയും നിൽക്കുന്നത്. ഞാൻ അവിടേക്ക് പോയതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ പ്രദേശത്തെ കാടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പിന്നെ ചെറിയൊരു നായാട്ടിനും വേണ്ടിയാണ് ഞാൻ അവിടേക്ക് പോയത്. ഞാൻ അവിടേക്ക് പോകുമ്പോൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് .22 റൈഫിലാണ്. കനയ്യ പറഞ്ഞത് പ്രകാരം ആ വനത്തിൽ ധാരാളം പ്രാവുകളെയും കാട്ടുകോഴികളെയും കാണാൻ സാധിക്കും. അവയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഞാൻ ആ വനത്തിലേക്ക് പോയത്. ഞാൻ പോയ ആ പ്രദേശത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പാറക്കെട്ടുകളും അതുപോലെ തന്നെ വരണ്ട പ്രദേശവുമായിരുന്നു. ഇവിടെ എനിക്ക് ധാരാളം കള്ളിമുള്ളി ചെടികൾ വളർന്നു നിൽക്കുന്നത് കാണാൻ സാധിച്ചു. ദാക്ക് എന്ന ഒരിനത്തിൽപ്പെട്ട മരമാണ് ഈ പ്രദേശമാകെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ കൂടെ വന്ന ട്രാക്കർ പറഞ്ഞതും അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞതനുസരിച്ചും ദാക്ക് എന്ന മരം പുഷ്പിക്കാറുണ്ട്. ചുവന്ന നിറമാണ് അവയുടെ പൂക്കൾക്ക്. ഈ വനമാകെ ദാക്ക് എന്ന മരമാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഈ ദാക്ക് എന്ന മരങ്ങളിലെല്ലാം ചുവന്ന നിറത്തിലുള്ള പൂക്കൾ പൂവണിഞ്ഞു നിൽക്കുമ്പോൾ അത് കാണുന്ന കാഴ്ചക്കാർക്ക് വനമാകെ കാട്ടുതീ പടർന്നു നിൽക്കുന്നത് പോലെ തോന്നും. കരോണ്ട എന്ന ഒരിനം കുറ്റിച്ചെടികൾ ഈ പ്രദേശത്ത് ധാരാളമായി കാണാൻ സാധിക്കും. വേനൽക്കാലമായാലും ഈ പ്രദേശത്തെ അവ പച്ച പുതപ്പിക്കും.
അതുപോലെ അതിലുണ്ടാകുന്ന പൂക്കൾക്ക് അതിമനോഹരമായ ഗന്ധമാണുള്ളത്. ആ താഴ്വാരമാകെ അതിമനോഹരമായ ഗന്ധവും ഇത് പരത്തും. ധാക് എന്ന മരത്തിന് അവിടുത്തെ ആളുകൾ പലാശ് എന്നും വിളിക്കാറുണ്ട്. ഈ പ്രദേശത്ത് ധാരാളം ധാക് മരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഗ്രാമത്തെ പലാഷ് ഘാട്ട് എന്ന് വിളിക്കുന്നത്. കുന്നുകളും പാറക്കെട്ടുകളും നിറഞ്ഞ പ്രദേശമാണ്. മലയോര പ്രദേശങ്ങളിൽ നിന്നും ധാരാളം കാട്ടരുവികൾ ഇവിടെ ഒഴുകിയെത്താറുണ്ട്. ഇതുവഴി നമ്മൾ കടന്നു പോകുന്ന പാതകൾ അതീവ ദുർഘടമായ പാതകളാണ്. അതിന് കാരണം ഈ പ്രദേശത്തിന്റെ ഭൂഘടന തന്നെയാണ്. ധാരാളം പാറക്കെട്ടുകളും നിറഞ്ഞ വഴികളിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടി വരിക. ഈ ഗ്രാമത്തിൽ നമുക്ക് കൃഷിയിടങ്ങൾ കാണുവാൻ സാധിക്കും. പരുത്തി കൃഷിയാണ് ഇവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ കൂടുതലും ചെയ്യുന്നത്. അവർക്കായുള്ള നിലം അവർ ഒരുക്കിയിരിക്കുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളുടെയും അതുപോലെ കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശങ്ങളുടെയും ഇടയിലാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ പ്രദേശം അവർ കണ്ടെത്തുകയും അത് കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാക്കി മാറ്റുകയും നിലം ഉഴുതുമറിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉഴുതുമറിച്ചിട്ടേക്കുന്ന പ്രദേശം ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കറുത്ത പൊട്ടുകൾ പോലെയാണ് തോന്നുന്നത്. ഗ്രാമത്തിലെ ജനത അവരുടെ ആടുമാടുകളെ മേയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള കുന്നും പ്രദേശത്തും പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തും അതുപോലെ കുറ്റിക്കാടുകളിലുമെല്ലാമാണ്. വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി അവരുടെ ആടുമാടുകൾ ഒറ്റയ്ക്കും പറ്റമായും അവിടെയെല്ലാം മേഞ്ഞു നടക്കുന്നു. ഗ്രാമത്തിൽ നിന്നും പോകുന്നവരുടെ കുട്ടികളെ പോലും അവർ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ആടുകളെയും മാടുകളെയും മേയ്ക്കുവാൻ വേണ്ടി അവരുടെ കുട്ടികളും അവരെ സഹായിക്കാറുണ്ട്. ഞാൻ ഈ ഗ്രാമീണ പ്രദേശങ്ങളിൽ പോകുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ആടുമാടുകൾ ഇവിടെയെല്ലാം സ്വതന്ത്രമായി വിഹരിച്ച് നടക്കുന്നു. എന്നിട്ടും വനമിറങ്ങി കടുവകളോ പുലികളോ ഒന്നും ഇവരുടെ ഗ്രാമത്തെ ആക്രമിക്കുവാനോ അവരുടെ ആടുമാടുകളെ ഇടിച്ചുകൊണ്ടു പോകുവാനോ വരുന്നില്ല എന്ന്. എന്നാൽ ഞാൻ ചിന്തിച്ചത് ഇന്ന് സത്യമായിരിക്കുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ വനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ പ്രദേശത്തെ വനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കടുവകളുടെയും അതുപോലെ തന്നെ പുള്ളിപ്പുലികളുടെയും കാൽപ്പാടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടിരിക്കുന്നത് വലിയ പുള്ളിപ്പുലികളുടെ കാലടയാളങ്ങളാണ്. ഇവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ ആ പുള്ളിപ്പുലികളെ വിളിക്കുന്നത് ഗുൽഭാഗ് എന്നാണ്. ഇങ്ങനെയുള്ള വലിയ പുള്ളിപ്പുലികൾ വനത്തിനുള്ളിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവയാണ്. എന്നാൽ ഗ്രാമത്തിന്റെ അതിലൂടെ നടന്നു പോകുമ്പോൾ നമുക്കിടയ്ക്കിടെ ചെറിയ പുള്ളിപ്പുലികളുടെ കാലടയാളങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പുള്ളിപ്പുലികൾ ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. അവ ലക്ഷ്യമിടുന്നതോ ഗ്രാമീണർ വളർത്തുന്ന ചെറിയ വളർത്തുമൃഗങ്ങളെയും. അവയൊന്നും ഇതുവരെയും ഗ്രാമത്തിലെ ആരെയും തന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ ഗ്രാമത്തിലെ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുവഴി സഞ്ചരിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നും ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ എനിക്ക് കടുവയുടെ കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ഞാൻ ഇങ്ങനെ അവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ ഗ്രാമീണർ എന്നോട് പറഞ്ഞത് ഇതാണ്: ഞങ്ങളും ഇതുവരെയും ഒരു കടുവയെ ഈ വനത്തിൽ കണ്ടിട്ടില്ല. എന്നാൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വനത്തിൽ കടുവകളുണ്ടെന്ന്. എന്നാൽ അവയുടെ ഗർജനങ്ങൾ പോലും ഞങ്ങളുടെ കാതുകളിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ കനയ്യയും കൊണ്ട് ഗ്രാമത്തിന് ചുറ്റുമുള്ള വനപ്രദേശങ്ങളിലൂടെ എല്ലാം നടന്നിരുന്നു. കനയ്യയ്ക്ക് എന്നോട് എന്തോ ഒന്ന് പറയാനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതെന്ന്. കനയ്യ എന്നോട് പറഞ്ഞു, ഞാനിത് പറഞ്ഞിട്ട് ആരും എന്നെ വിശ്വസിക്കുന്നില്ല. എങ്കിലും താങ്കളോട് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾക്കൊരു പക്ഷേ ഇത് മനസ്സിലാകും. ഞാൻ ഈ വിവരം താങ്കളെ അറിയിച്ചതാണ്. 10-15 ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഏതോ ഒരു മൃഗം, അജ്ഞാത മൃഗം ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഗ്രാമീണരുടെ സമ്പത്തായ കന്നുകാലികളെ വേട്ടയാടുന്നു. നിരവധി എരുമകളെയും പശുക്കളെയും കാളകളെയും ഇതിനോടകം തന്നെ അവൻ കൊണ്ടുപോയി. ഞാൻ താങ്കളെ അറിയിച്ചത് സത്യം തന്നെയാണ്. ഞാൻ കണ്ടതാണ് ആ വലിയ കടുവയെ. എന്നാൽ ഇത് ഇവിടുത്തെ ഗ്രാമീണരോട് പറഞ്ഞിട്ട് ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളും പറഞ്ഞത് ഇത് തന്നെയല്ലേ? ഈ ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നൊന്നും കടുവയുടെ കാലടയാളങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്ന്. നിങ്ങൾ കണ്ടതോ ചെറിയ പുള്ളിപ്പുലികളുടെ പക്മാർഗുകളും. നീ എവിടെ വെച്ചാണ് ഈ കടുവയെ കണ്ടതെന്ന് ഞാൻ അവനോട് ചോദിച്ചു. പലാഷ് ഘട്ടിനടുത്ത് വെച്ചാണെന്ന് അവൻ മറുപടി നൽകി. നീ എന്തുകൊണ്ടാണ് അവിടെ വെച്ച് കണ്ട കാര്യം ഇതിനു മുന്നേ എന്നെ അറിയിക്കാത്തതെന്ന് ഞാൻ അവനോട് ആരാഞ്ഞു. അല്പസമയം അവൻ മിണ്ടാതെ നിന്നു. പിന്നീട് അവൻ മറുപടി നൽകി. എൻ്റെ സഹോദരൻ്റെ വിവാഹത്തിന് പോയതുകൊണ്ടാണ്
താങ്കളെ എനിക്ക് ഈ വിവരം അറിയിക്കുവാൻ സാധിക്കാനാണ്. എന്നാൽ എനിക്കിവനെ നല്ല പോലെ തന്നെ അറിയാം കനയ്യെ. അവൻ അങ്ങനെ ഒരു സഹോദരൻ ഇല്ലെന്നും എനിക്ക് തീർച്ചയാണ്, എനിക്ക് ഉറപ്പുള്ള കാര്യവുമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവൻ ഈ വിവരം എന്നോട് പറയാഞ്ഞത്? കനയ്യ നല്ലൊരു മനുഷ്യനാണ്, അതിനുപരി നല്ലൊരു ട്രാക്കർ കൂടിയാണ്. വനത്തിൽ മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുവാൻ ഇവനോളം വരുന്ന ആരും തന്നെ അവരുടെ ഗ്രാമത്തിൽ ഇന്നില്ല. ഇവൻ മൃഗങ്ങളെ ട്രാക്ക് ചെയ്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. വ്യക്തമായി കൃത്യമായി അവൻ ആ മൃഗത്തെ ട്രാക്ക് ചെയ്യുകയും അതിൻ്റെ വിവരങ്ങൾ നൽകുകയും ചെയ്യും. വർഷങ്ങളായി അദ്ദേഹത്തെ എനിക്കറിയാം. ഞാൻ ഇവിടെ നായാട്ടിന് വരുമ്പോഴെല്ലാം ഞാൻ ഇവനെ ഒരു ട്രാക്കറായി കൊണ്ടുപോകാറുണ്ട് വനത്തിലേക്ക്. അവൻ ട്രാക്കിംഗ് ജോലി മാത്രമല്ല ചെയ്യുന്നത്, പോകുന്ന വഴിയിൽ എന്തെല്ലാം ജോലികളുണ്ടോ അതെല്ലാം അവൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുകയും കൃത്യമായി അത് തീർക്കുകയും ചെയ്യും. എന്നാൽ അവൻ എന്നാണോ മദ്യപാനം തുടങ്ങിയത് അന്ന് തൊട്ട് കാര്യങ്ങൾ മൊത്തത്തിൽ തലകീഴായി മറിഞ്ഞു. അവൻ പതിയെ പതിയെ പരുക്കം സ്വഭാവമുള്ള ഒരാളായി തീരുകയായിരുന്നു, ഒരു ധാർഷ്ട്യക്കാരൻ. എന്നാൽ അവനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു പോകുകയാണെങ്കിൽ അവൻ്റെ ജോലികൾ ഇപ്പോഴും അവൻ കൃത്യമായി തന്നെ ചെയ്യും. എന്നോട് ഇതുവരെ അവൻ ധാർഷ്ട്യക്കാരനായി പെരുമാറിയിട്ടില്ല, ഉത്തരവാദിത്തമുള്ളവനെ പോലെയാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ഒരു ട്രാക്കറായി ഞാൻ അവനെ കൂടെ കൂട്ടുവാൻ ആഗ്രഹിക്കുന്നത്. പലാഷ്കട്ട് ഗ്രാമത്തിന് ഏകദേശം 1/2 മൈൽ മുന്നായി ഒരു ചെറിയ കാളവണ്ടി ജംഗ്ഷനുണ്ട്. ഞാൻ വന്ന വഴി നേരെ ഗ്രാമത്തിലേക്കാണ് എത്തിച്ചേർന്നത്. ഗ്രാമത്തിൻ്റെ വലതുവശത്തേക്ക് ഒരു പാത കടന്നു പോകുന്നുണ്ട്. ഏകദേശം 9 മൈൽ നീളമുണ്ട് ആ പാതയ്ക്ക്. അതെത്തിച്ചേരുന്നത് ഒരു ഡെഡ് എൻഡിലാണ്. അവിടെ വഴി അവസാനിക്കുകയാണ്. പിന്നെ ഗ്രാമത്തിൽ നിന്നും ഒരു വഴി കടന്നു പോകുന്നത് വനത്തിൻ്റെ അരികിലേക്കാണ്. ആ പാത ഉപയോഗിക്കുന്നത് വനത്തിൽ നിന്നും വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അങ്ങനെ വിറക് ശേഖരിച്ചു കൊണ്ടുവരുന്ന ആ പാത ചെന്ന് അവസാനിക്കുന്നത് ഒരു ജംഗ്ഷനിലാണ്. ആ ജംഗ്ഷനെ ട്രാക്ക് ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. അവിടെ വലിയൊരു ആൽമരമുണ്ട്. അവിടേക്ക് ഈ ട്രക്കുകൾ വന്നെത്തും. വനത്തിൽ നിന്നും കാളവണ്ടികളിൽ ശേഖരിച്ചു കൊണ്ടുവന്ന വിറകുകൾ ആ ട്രക്കിലേക്ക് ലോഡ് ചെയ്യും. അവിടെ നിന്ന് ലോഡ് കയറ്റിയ ട്രക്കുകൾ ഗ്രാമത്തിന് പുറത്തേക്ക് പോകും. വനത്തിൽ നിന്നും ജംഗ്ഷനിലേക്കും ജംഗ്ഷനിൽ നിന്നും വനത്തിലേക്കും നിരന്തരമായി കാളവണ്ടികൾ ഓടി. കാളവണ്ടികളുടെ ഇരുമ്പ് കെട്ടിയ ചക്രങ്ങൾ താന്ന് ഒരടി ആഴത്തിലുള്ള കുഴികൾ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. അതിലെല്ലാം പൊടിമണലുകൾ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ മുന്നേ പറഞ്ഞ ആ ട്രക്ക് ജംഗ്ഷനിൽ ആ വലിയ ആൽമരമുള്ള ആൽമരത്തിന്റെ താഴെ കനയ്യയും ഫോറസ്റ്റ് ഗാർഡും ഗ്രാമത്തലവനും കുറച്ച് ഗ്രാമീണരും എനിക്ക് വേണ്ടി കാത്തു നിന്നു. അവരുടെ കാത്തിരിപ്പിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് എൻ്റെ പഴയ ഫോർഡ് കാറിൽ ഞാൻ അവിടേക്ക് പാഞ്ഞെത്തി. ഞാൻ അവരുടെ അരികിലേക്ക് അടുക്കും തോറും അവർ ആൽമരത്തിന് ചുവട്ടിൽ നിന്നും എഴുന്നേറ്റ് എന്നെ കൈകൾ കൊണ്ട് കാർ നിർത്തുവാൻ ആവശ്യപ്പെട്ടു. വണ്ടി ഓടി വന്ന് കയറുവാൻ പോകുന്ന പാതയിൽ എന്തോ കാത്തു വെച്ചിരിക്കുന്നത് പോലെയായിരുന്നു അവർ എൻ്റെ കാറ് നിർത്തിച്ചത്. ഞാൻ കാർ നിർത്തുകയും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തു. പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ തന്നെ അത് ദൃശ്യമായിരുന്നു. കടുവ മണ്ണിൽ കുളിച്ചതിൻ്റെ പാടുകളായിരുന്നു അത്. അവൻ അവിടെ നല്ലൊരു മണ്ണുകുളി നടത്തിയിരിക്കുന്നു. അവൻ്റെ ശരീരത്ത് പറ്റിയിരിക്കുന്ന ചെള്ളുകളെയും കീടങ്ങളെയും അകറ്റുവാൻ വേണ്ടിയാണ് അവനിങ്ങനെ മണ്ണുകുളി നടത്തിയത്. ഞാൻ നിഗമനത്തിൽ എത്തിച്ചേർന്നു. കടുവ അവിടെ മണ്ണിൽ കടന്ന് ഉരുണ്ടു പെരേണ്ടതിൻ്റെ പാടും പിന്നെ വലിയ കാലടയാളങ്ങളും അവിടെ ദൃശ്യമായിരുന്നു. ഞാൻ കാലടയാളങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ആൺകടുവയുടെ വലിയ കാലടയാളമായിരുന്നു അവിടെ ഞാൻ കണ്ടത്. കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു ചെന്നപ്പോൾ അവിടെ മറ്റ് 2 കാലടയാളം കൂടെ കണ്ടെത്തി. അത് പെൺകടുവയുടേതായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ എത്തിയപ്പോൾ സ്ഥിതിഗതികൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കനയ്യ പറഞ്ഞത് ആർക്കും വിശ്വാസമില്ലായിരുന്നു. കടുവയുടെ സാന്നിധ്യം പോലും അന്ന് ആർക്കും അറിയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ അങ്ങനെയല്ല. കനയ്യയും ഫോറസ്റ്റ് ഗാർഡും അതുപോലെ ഗ്രാമത്തലവനും എൻ്റെ അരികിലേക്ക് വന്നു. അവർ ഒരുപോലെ തന്നെ പറഞ്ഞു, ഈ കാലടയാളങ്ങൾ, ഈ ട്രാക്കുകൾ തലേന്ന് രാത്രിയിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഇതിനു മുന്നേ ഇങ്ങനെയുള്ള കാലടയാളങ്ങളൊന്നും ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നും അവർ ഒരുപോലെ പറഞ്ഞു. അതുമാത്രമല്ല, ഇതുകൂടി അവർ കൂട്ടിച്ചേർത്തു. ഈ ആൺകടുവ മാത്രമല്ല ഉള്ളത്, അതിൻ്റെ കൂടെ അതിൻ്റെ ഇണയുമുണ്ട്. ഇപ്പോൾ അവർ ഒരുമിച്ചാണ് ഗ്രാമത്തിന്റെ സമീപത്ത് തമ്പടിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് ഗാർഡായ ബിർജ പിന്നീട് എന്നോട് സംസാരിച്ചു. അയാൾ പതിയെ പെൺകടുവയുടെ കാലടയാളം കണ്ട ഭാഗത്തേക്ക് നടന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ഈ പെൺകടുവ 1 2 അല്ലെങ്കിൽ 3 ദിവസങ്ങൾക്ക് മുന്നേ മാത്രമാണ് ഈ ആൺകടുവയോടൊപ്പം ചേർന്നത്. ഇതിനു മുന്നേ ഈ ആൺകടുവ ഒറ്റയ്ക്കായിരിക്കണം ഗ്രാമത്തിലേക്ക് കടന്നു വന്നതും
ധാരാളം മൃഗങ്ങളെ കൊന്നു തള്ളിയതും പെൺകടുവയെ ആകർഷിക്കുവാൻ വേണ്ടിയായിരുന്നില്ല അതൊന്നും. ഫോറസ്റ്റ് ഗാർഡ് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. പിന്നെ സംസാരിച്ചത് ഗ്രാമത്തലവനാണ്. ഞങ്ങൾ കേട്ടതാണ് വളരെ വ്യക്തമായി തന്നെ. ആൺകടുവയുടെയും പെൺകടുവയുടെയും ഇണചേരലിനായുള്ള വിളികൾ, അതും രണ്ട് വ്യത്യസ്ത ദിശകളിൽ നിന്നും. അത് ഒരുപാട് സമയം അലർച്ചകൾ അങ്ങനെ ഉയർന്നു കേൾക്കാം വനത്തിനുള്ളിൽ നിന്നും. ഭയം കാരണം കഴിഞ്ഞ 5 ദിവസങ്ങളായി ഞങ്ങളുടെ മൃഗങ്ങളെ ഒന്നും മേയ്ക്കുവാൻ കൊണ്ടുപോയിട്ടില്ല. ഞങ്ങളുടെ വീടുകളിലെ സ്ത്രീകളെ ഒന്നും ഞങ്ങൾ പുല്ലു പറിക്കുവാനോ വിറക് ശേഖരിക്കുവാനോ വിട്ടിട്ടില്ല. ഇതുകൂടി ഞങ്ങൾ ചേർത്ത് പറയുകയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായി ഗ്രാമത്തിലോ ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിലോ ഒരു വളർത്തു മൃഗത്തെ പോലും ആ കടുവ കൊന്നിട്ടില്ല. ഫോറസ്റ്റ് ഗാർഡായ മിർജയായിരുന്നു കടുവയുടെ ഈ പ്രകടമായ കാലടയാളങ്ങളും അവൻ മണ്ണുകുളി നടത്തിയ പാടും അറിയിക്കുവാൻ വേണ്ടി പലാഷ്കട്ടിൽ നിന്നും 14 മൈലോളം സഞ്ചരിച്ച് മഹൂസിലെത്തി എന്നെ വിവരം അറിയിച്ചത്. ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് പുറപ്പെടുകയാണെന്ന് അയാളോട് പറഞ്ഞിരുന്നു. ഞാൻ വരുന്നുണ്ട് എന്ന വിവരം കനയ്യയെയും ഫോറസ്റ്റ് ഗാർഡ് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കനയ്യ ആ വലിയ ആൽമരത്തിന്റെ ചുവട്ടിലേക്ക് വന്നപ്പോൾ അവൻ ഒരു ചെറിയ എരുമക്കുട്ടിയെയും കൊണ്ടായിരുന്നു അവിടേക്ക് വന്നത്. അത് ആ വലിയ ആൽമരത്തിലേക്ക് വലിച്ചു കെട്ടിയിരുന്നു. അതുകൊണ്ടൊന്നും അവൻ അടങ്ങിയിരുന്നില്ല. കനയ്യ ആ വലിയ ആൽമരത്തിന്റെ മുകളിൽ എനിക്കിരിക്കുവാൻ വേണ്ടി നല്ല ഉയരത്തിൽ ഒരു മച്ചാനും കെട്ടിയിരുന്നു. അത് നല്ല ഉയരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. വന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ അന്നത്തെ രാത്രിയിൽ ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി ആ മരത്തിന്റെ മുകളിൽ മച്ചാൽ കെട്ടുമെന്ന് പറയുമെന്ന് അവൻ കരുതിയിരുന്നു. ഞാൻ ആ മച്ചാനിന് പുറത്ത് കയറിയിരുന്ന് അന്നത്തെ രാത്രിയിൽ ആ എരുമക്കുട്ടിയെ കെണിവെച്ച് കടുവയെ പിടിക്കുമെന്ന് അവൻ ചിന്തിച്ചിരുന്നു. ഞാൻ അതിന് സമ്മതം മൂളുമെന്നോ ഞാൻ എന്തു പറയുമെന്നോ ഞാൻ എന്ത് ചെയ്യുമെന്നോ എന്നതിലൊന്നും അവൻ ഒട്ടും ആകുലപ്പെടുത്തിയില്ല. കനയ്യയും ഭയത്തിലായിരുന്നു. കാരണം അവനും ഒരുപാട് വളർത്തു മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ആ കടുവ ഇപ്പോൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അവരുടെ ഗ്രാമത്തിന് ചുറ്റുമാണ്. സാന്നിധ്യം വളരെയധികം അറിയുവാൻ സാധിച്ചു. അവനും ഭയത്തിൽ തന്നെയാണ്. ഞാൻ അവിടെ എത്തി. ആളുകളോടെല്ലാം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കനയ്യ എൻ്റെ അരികിൽ വരുന്നതും ഈ പദ്ധതിയെപ്പറ്റി എന്നോട് പറയുന്നതും. അവൻ കൊണ്ടുവന്ന എരുമക്കുട്ടിയെ എന്നെ കാട്ടിത്തന്നു. അവൻ അവിടെ എനിക്ക് വേണ്ടി തയ്യാറാക്കിയ ആ മച്ചാലും എന്നെ കാട്ടിത്തന്നു. അവൻ്റെ പദ്ധതി ഇതായിരുന്നു: ഞാൻ മച്ചാനിൽ കയറിയിരിക്കണം. മച്ചാൻ അത്യാവശ്യം നല്ല ഉയരത്തിലാണുള്ളത്. എനിക്ക് കാണാൻ പാകത്തിൽ അവിടെ നിന്നും കുറച്ചു ദൂരം മാറിയുള്ള ഒരു കുറ്റിയിന്മേൽ ആ എരുമക്കുട്ടിയെ കെട്ടിയിടും. രാത്രിയിൽ കടുവ ഇതിനെ പിടിക്കുവാൻ വേണ്ടി ഇവിടേക്ക് വരുമ്പോൾ അതിനെ അടിച്ചിടണം. ഇതായിരുന്നു അവൻ്റെ പദ്ധതി. എന്നാൽ ഞാൻ ഒട്ടും തയ്യാറെടുപ്പിലായിരുന്നില്ല അവിടേക്ക് എത്തിയത്. എൻ്റെ കൈവശം റൈഫിലും ടോർച്ചും ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് കഴിക്കുവാനോ കുടിക്കുവാനുള്ള ചായയോ ബിസ്ക്കറ്റോ ഒന്നും ഞാൻ എൻ്റെ കയ്യിൽ കരുതിയിരുന്നില്ല. അതുമാത്രമല്ല, ആദ്യം കനയ്യ പറഞ്ഞ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോൾ കനയ്യ ഈ കടുവയെ കണ്ടു എന്ന വിവരം എന്നോട് പറഞ്ഞിരുന്നു. വലിയൊരു കടുവയെ കണ്ടുവെന്നും അവൻ വ്യക്തമായി തന്നെ അവൻ അറിവുള്ള കാര്യമാണെന്നും ഈ കടുവ ധാരാളം കന്നുകാലികളെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോയി എന്നുമെല്ലാം പറഞ്ഞത് അവൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ കടുവയെ പറ്റി നല്ല രീതിയിലൊന്ന് അന്വേഷിച്ചിരുന്നു. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്: ആ കടുവ വിശന്നിട്ട് മാത്രമല്ല അവൻ ഇങ്ങനെ വേട്ടയാടിയത്, അതും ഇങ്ങനെ മൃഗീയമായി വേട്ടയാടിയത്. ഒരു ദിവസം തന്നെ 3 പശുക്കളെ വരെ അവൻ കൊന്നു തള്ളിയിട്ടുണ്ട്. സാധാരണ കടുവകൾ തൻ്റെ ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ മാംസം ഭക്ഷിച്ചതിന് ശേഷം പിന്നീടും ഇരയിലേക്ക് മടങ്ങിയെത്താറുണ്ട്. എന്നാൽ ഈ കടുവയ്ക്ക് തികച്ചും വ്യത്യസ്തമായി ആ സ്വഭാവ ഗുണങ്ങളൊന്നും തന്നെ ഇല്ല. അവൻ പിടിച്ചിട്ട ഇരയെ ഒന്ന് ഭക്ഷിച്ചതിന് ശേഷം അവിടേക്ക് മടങ്ങിയെത്തുന്ന സ്വഭാവം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് മറ്റൊരു സംഭവം അവിടെ ഉണ്ടായി. അത് നമ്മുടെ കഥയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്. അത് ഒന്ന് സൂചിപ്പിക്കാം. ആ കടുവ തികഞ്ഞ ധൈര്യശാലിയാണ്. അവന് ഭയം എന്നത് അറിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ കൃഷിയിടത്തിൽ അത്രയും പേര് നിന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് അവൻ ആ കന്നുകാലിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അവനെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ നോക്കിയവർക്ക് നേരെ അവൻ ചീറിയെടുത്തത്. സാധാരണയായി പറയുകയാണെങ്കിൽ കടുവയും പുലിയും അവരുടെ വിശപ്പ് മാറുന്നത് വരെ മാത്രമേ ഇരയുടെ മാംസം ഭക്ഷിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അതിട്ടിട്ട് മറ്റെവിടേക്കെങ്കിലും പോകും. പിന്നെ വിശക്കുമ്പോൾ ഇരയിലേക്ക് തന്നെ മടങ്ങിയെത്തും. എന്നാൽ പലപ്പോഴും കടുവകൾ വിശക്കുമ്പോൾ മാത്രമല്ല അവ വേട്ടയാടാറ്. അവയല്ലാത്തപ്പോഴും വേട്ടയാടാറുണ്ട്. വേട്ടയാടുന്നത് അവർക്കൊരു രസമാണ്, അല്ലെങ്കിൽ കടുവകളുടെ ഒരു ഹോബിയാണ്. ഇത്തരത്തിൽ സ്വഭാവമുള്ള കടുവകൾ മനുഷ്യർക്ക് വലിയ അപകടകാരികളായി മാറാറുണ്ട്. യാതൊരു പ്രകോപനവുമില്ലാതെ അവ മനുഷ്യരെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ മനുഷ്യരും കടുവയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ
കടുവകൾ ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകാറാണ് പതിവ്. മറ്റൊന്ന്, പകൽ വെളിച്ചത്തിലോ ആളുകളുടെ മുന്നിലോ സാധാരണഗതിയിൽ കടുവകൾ വേട്ടയാടാറില്ല. കടുവകൾ നരഭോജിയായി മാറുന്നതിന് മുന്നേ വരെയും അവ ഇങ്ങനെ തന്നെയാണ് തുടർന്നു പോകാറ്. അവിടുത്തെ ആളുകൾ ഗുൽബാഗ് എന്ന് വിളിക്കുന്ന വലിയ പുള്ളിപ്പുലികൾ പകൽ സമയങ്ങളിൽ വേട്ടയാടാറുണ്ട്. എന്നാൽ അത് വേട്ടയാടുന്നത് അവരുടെ വനത്തിനുള്ളിൽ വെച്ചാണ്. എന്നാൽ ഒരു കടുവ പകൽ സമയത്ത് വേട്ടയാടുവാൻ തുടങ്ങിയാൽ, മനുഷ്യർക്ക് മുന്നിൽ വെച്ച് അവയെ ഇരയെ ആക്രമിക്കുവാൻ തുടങ്ങിയാൽ അതിന് ഒരർത്ഥം മാത്രമേ ഉള്ളൂ: അവയ്ക്കിപ്പോൾ മനുഷ്യരെ ഭയമില്ല. ഇനി പേടിക്കേണ്ടത് മനുഷ്യരാണ്. കാരണം അവയുടെ വേട്ടയാടലുകൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഒറ്റയ്ക്കും കൂട്ടമായും അല്ലെങ്കിൽ ആട്ടിടയന്മാരുടെ മുന്നിൽ വെച്ചും ഇങ്ങനെയുള്ള പല പല ശ്രമങ്ങൾ നടത്തും. ആട്ടിടയന്മാരുടെ മുന്നിൽ വെച്ച് തന്നെ അവയുടെ അല്ലെങ്കിൽ അവ കാത്തു സൂക്ഷിക്കുന്ന മൃഗങ്ങളെ അവർ ആക്രമിച്ച് കൊലപ്പെടുത്തും. അവയുടെ ആഹാരമാക്കി മാറ്റുകയും ചെയ്യും. ഇങ്ങനെ തുടരെ തുടരെ അവർ സംരക്ഷിക്കുന്ന മൃഗങ്ങളെ അവ നിസാരമായി കൊന്നു തള്ളുമ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലാവും: ഈ വളർത്തുമൃഗങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന മനുഷ്യരും നിസ്സഹായരാണ് തങ്ങൾക്ക് മുന്നിലെന്ന്. ചിലപ്പോൾ ഇടയന്മാർ തങ്ങളുടെ ആടുമാടുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി തങ്ങളുടെ കൂട്ടത്തെ ആക്രമിക്കുന്ന കടുവകൾക്ക് നേരെ വടിയും എടുത്തുകൊണ്ട് അവയെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ഒരു ശ്രമം നടത്തും. പ്രകോപിതനാകുന്ന കടുവ തിരിച്ചും ആക്രമിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ ഇടയൻ കൊല്ലപ്പെടും. അങ്ങനെ 1, 2, 3 സംഭവങ്ങൾ നടക്കുമ്പോൾ കടുവയ്ക്ക് ബോധ്യപ്പെടും മനുഷ്യർ തങ്ങളെക്കാൾ വീക്കാണെന്നും അവരെയും നമുക്ക് കൊലപ്പെടുത്തി തിന്നാമെന്നും. തലേ ദിവസം എൻ്റെ വീടിൻ്റെ വാതിക്കലിലെ മുട്ട് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ പതിയെ പുറത്തേക്ക് എത്തിയപ്പോൾ എന്നെ കാത്ത് കനയ്യ നിൽപ്പുണ്ടായിരുന്നു. അവനൊരു സൈക്കിളിലാണ് ഇപ്രാവശ്യം അവിടെ എത്തിയത്. തലേന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു വാടകയ്ക്ക് ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന്. അതവൻ പാലിക്കുകയും ചെയ്തു. അന്നത്തെ ദിവസം എനിക്ക് ഇൻഫൻട്രി സ്കൂളിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അവിടെ എനിക്ക് കുറച്ചധികം ജോലി ചെയ്തു തീർക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കാറും എടുത്തുകൊണ്ട് ഇൻഫൻട്രി സ്കൂളിലേക്ക് പോയി. ഞാൻ അവിടുത്തെ ജോലികളെല്ലാം തീർത്ത് പലാഷ്കട്ടിലെത്തുമ്പോഴേക്കും നല്ലപോലെ താമസിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലിഷ്കാട്ടിലേക്ക് എനിക്ക് മുന്നേ കനയ്യയോട് പോകുവാൻ ഞാൻ ആവശ്യപ്പെട്ടത്. പലിഷ്കാട്ടിൽ ഞാൻ എത്തിയപ്പോഴേക്കും 4 മണി കഴിഞ്ഞിരുന്നു. പിന്നെ അവിടെ എനിക്ക് ചെയ്തു തീർക്കുവാൻ അധികം സമയമൊന്നും കിട്ടില്ലെന്ന് വളരെ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ കടുവയുടെ ആക്രമണം ഉണ്ടായ സ്ഥലങ്ങൾ കൃത്യമായി കനയ്യ പരിശോധിക്കുകയും റിപ്പോർട്ടുകളെല്ലാം ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ അവൻ ശേഖരിച്ച വിവരങ്ങൾ വളരെ കൃത്യമായും വ്യക്തമായും എന്നെ അറിയിച്ചു. ഞാൻ ഇപ്പോഴും അവിടേക്ക് എത്തിയപ്പോൾ അന്ന് രാത്രിയിൽ അവിടെ തങ്ങുവാൻ വേണ്ടിയുള്ള ചായയോ ബിസ്ക്കറ്റോ ഞാൻ കൂടെ കരുതിയിരുന്നില്ല. എന്നാൽ അതൊന്നും ആയിരുന്നില്ല എന്നെ വിഷമിപ്പിച്ചിരുന്നത്. അന്നത്തെ രാത്രിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ രാത്രിയിൽ കമ്പളമില്ലാതെ ആ മച്ചാണിൽ ഇരിക്കുക എന്നത് എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്ന ഒന്നായിരുന്നില്ല. ഞാനിട്ടിരിക്കുന്ന വസ്ത്രവും അതിനനുയോജ്യമായ ഒന്നായിരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്ന ആ ഗ്രാമത്തിലെ ആരുടെയും കയ്യിൽ നിന്നെങ്കിലും ഒരു പുതപ്പ് കടമായി മേടിക്കാമെന്ന് കരുതിയാൽ അതും നടക്കില്ല. കാരണം ഇതൊരു പാവപ്പെട്ട ഗ്രാമമാണ്. അവിടെ ആരുടെയും കയ്യിൽ 2 പുതപ്പ് എടുക്കുവാനില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതപ്പ് പോലും അവരുടെ കൈവശം എടുക്കുവാനുണ്ടാകില്ല. ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും ഒരു പുതപ്പ് കടമായി വാങ്ങിയാൽ ഇന്നത്തെ രാത്രിയിലത്തെ തണുപ്പ് മുഴുവൻ അയാൾ കൊള്ളണ്ടായി വരും. അതുമാത്രമല്ല, പാവപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ പലർക്കും പുതപ്പുകളില്ല. അവർ വിറകുകൾ കൂട്ടിയിട്ട് തീ കത്തിച്ച് അതിൻ്റെ അരികിൽ ചുരുണ്ടുകൂടിയാണ് അവർ കിടന്നുറങ്ങുന്നത്. ഇങ്ങനെ അതിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പലപ്പോഴും പല കുട്ടികൾക്കും പൊള്ളലുകൾ ഏൽക്കാറുണ്ട്. അങ്ങനെയുള്ള വാർത്തകളും അവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. മച്ചാൻമേൽ കയറിയിരുന്ന് കടുവയ്ക്ക് വേണ്ടി കെണിവെച്ച് കാത്തിരുന്ന് അവയെ വെടിവെച്ചു കൊല്ലുന്ന കഥകൾ കേൾക്കുവാൻ എല്ലാവർക്കും നല്ല രസമായിരിക്കും. എന്നാൽ അതിനെ വെടിവെച്ച് കൊല്ലുന്നവർക്ക് അത്രയ്ക്ക് രസകരമൊന്നുമല്ല. അവർ ആ ഒരു ഘട്ടത്തിന് തയ്യാറെടുക്കുന്നത് പല യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു കൊണ്ട് തന്നെയാണ്. എന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത്രയും യാതനകൾ ഞങ്ങളെപ്പോലുള്ള വേട്ടക്കാർ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഒരിഷ്ടമാണ്, ഒരു ഹരമാണ്. അതിലുപരി മനുഷ്യരോടുള്ള കരുതൽ കൂടിയാണ്. അന്നത്തെ രാത്രിയിൽ ആ മച്ചാനിൽ കഴിച്ചു കൂട്ടുവാൻ ബിസ്ക്കറ്റോ ചായയോ പുതപ്പോ വസ്ത്രമോ ഇല്ലെങ്കിൽ പോലും ആ തണുപ്പത്ത് ആ കടുവയെ കൊല്ലുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അത്രയും അസൗകര്യമായ രാത്രിയിൽ ആ കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ ഒരു രസമുണ്ടെന്ന് ഞാൻ കരുതുന്നു. സംഭവ സ്ഥലത്ത് നിന്നും കാറും അതുപോലെ തന്നെ ആളുകളെയും മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്.
കനയ്യ കൊണ്ടുവന്ന എരുമക്കുട്ടിയെ സുരക്ഷിതമായി അവിടെ കെട്ടിയിട്ടു. അതിനുശേഷം രണ്ടുപേരെ അന്ന് ഞാൻ കാവൽ നിർത്തി. ബാക്കിയുള്ളവരെ എല്ലാം ഞാൻ എൻ്റെ പഴയ ഫോർഡ് കാറിൽ കയറ്റി പലാഷ് കോട്ടയിലേക്ക് പുറപ്പെട്ടു. ഞാൻ അവരുടെ ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എനിക്കിരിക്കുവാൻ വേണ്ടി ആ ഗ്രാമത്തിലുള്ള ഒരേ ഒരു കസേര അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ് ആയിരുന്ന ബിർജയുടെ വീടിന് മുന്നിലിട്ടു. അവിടെ മുഴുവൻ ആളുകളും കൂടി. ഞാൻ വരുന്നത് കാത്ത് അവർ എന്നെ കാത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ അവിടെ എത്തി ആളുകളുമായി സംസാരിച്ചു, ചർച്ച ചെയ്തു. സമയം ഒരുപാട് മുന്നിലേക്ക് പോയി. നിഴലുകൾ നീണ്ടു തുടങ്ങി. അതായത് സൂര്യൻ അസ്തമിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തത് മുഴുവൻ ആ കടുവയുടെ ആക്രമണ രീതികളെ പറ്റിയായിരുന്നു. ഈ കടുവ ഒരിക്കലും ഒരു വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും പരിക്കേറ്റ കടുവയല്ല. കാടിനുള്ളിൽ ഇരയെ പിടിക്കുവാൻ ശേഷിയില്ലാത്ത വൃദ്ധനോ അല്ലെങ്കിൽ പരുക്ക് പറ്റിയവനോ ആയ കടുവയല്ല. കാരണം സാധാരണയായി നീലക്കാളകളെയോ മാനുകളെയോ കാട്ടുപന്നികളെയോ പിടിക്കാൻ ശേഷിയില്ലാത്ത കടുവകൾ കാടിറങ്ങി കാടിന് പുറത്തേക്ക് വരും. ബഫർ സോണിലേക്കോ അല്ലെങ്കിൽ ഗ്രാമത്തിന് അടുത്തെവിടെയെങ്കിലും ആയിരിക്കും അവർ തമ്പ് ചെയ്യുന്നത്. അതിനുശേഷം അവിടേക്ക് കടന്നു വരുന്ന വളർത്തു മൃഗങ്ങളെ അവർ അനായാസേന പിടികൂടുകയും അവർ ഭക്ഷണമാക്കുകയും ചെയ്യും. എന്നാൽ ഇവിടുത്തെ ആളുകൾ പറഞ്ഞതനുസരിച്ച് വളരെ ധീരനും വലിയ ശക്തിയും വലിയ വലിപ്പവുമുള്ള കടുവയാണ്. ഇനിയും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എൻ്റെ അറിവനുസരിച്ച് ഈ വനത്തിൽ മാനുകളോ കാട്ടുപന്നികളോ ഉണ്ടായിരുന്നില്ല. കാരണം അവയെല്ലാം ഇവിടുത്തെ ആളുകൾ വേട്ടയാടി. വനത്തിൽ അപൂർവമായി മാത്രമേ നീലക്കാളകളെ പോലും കാണാൻ കഴിയുമായിരുന്നുള്ളൂ. വേട്ടയാടൽ നിരോധനം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അത് വേണ്ടത്ര നടപ്പിലാക്കിയിരുന്നില്ല. ആളുകൾ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. മറ്റൊന്ന്, തങ്ങളുടെ വിളകളെ മൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ ഇവിടെ ധാരാളം ആളുകൾക്ക് തോക്കിന് ലൈസൻസ് നൽകിയിരുന്നു. വിളകൾക്ക് നാശനഷ്ടം വരുത്തുന്നത് വളർത്തുമൃഗങ്ങളാണെങ്കിൽ പോലും കുറ്റം വരുന്നത് ഇവിടുത്തെ കാട്ടുമൃഗങ്ങളുടെ മേലെയാണ്. ഇവിടെ ഈ ഗ്രാമത്തിന് ചുറ്റും ധാരാളം വേട്ടക്കാരുണ്ടായിരുന്നു. വേട്ടയാടലായിരുന്നു അവരുടെ പ്രധാന വരുമാന മാർഗം. അവർ പലപ്പോഴും സ്വന്തം കാറുകളിലോ അല്ലെങ്കിൽ വാടകയ്ക്കെടുക്കുന്ന കാറുകളിലോ വനത്തിലേക്ക് പോകും. വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന് മുന്നിലോ സ്പോട്ട് ലൈറ്റിന് മുന്നിലോ പെടുന്ന മൃഗങ്ങളെ നിഷ്കർണം വെടിവെച്ചു കൊല്ലും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ജീപ്പുകൾ മൃഗവേട്ടയ്ക്ക് വളരെ ദോഷകരമായ സംഭാവനയായിരുന്നു നൽകിയിരുന്നത്. കാരണം അവ ഏത് മോശപ്പെട്ട റോഡുകളിലൂടെയും പാഞ്ഞു കയറുമായിരുന്നു. മൃഗങ്ങൾക്ക് ഓടി രക്ഷപ്പെടുവാൻ കഴിയില്ലായിരുന്നു. ജീപ്പുകൾ അവയേക്കാൾ വേഗത്തിൽ ഓടിയെത്തും. ഈ പറയുന്നത് എനിക്കൊട്ടും സന്തോഷകരമല്ല എങ്കിലും ഞാൻ പറയും. വനത്തെ സംരക്ഷിച്ചു നിർത്തുവാൻ ചുമതലയുള്ള ഫോറസ്റ്റ് ഗാർഡുകളും റേഞ്ചർമാർ പോലും ഇത്തരം നിയമവിരുദ്ധ വേട്ടയാടലുകളിൽ പങ്കാളികളാകുകയോ സഹായം നൽകുകയോ ചെയ്യാറുണ്ട്. നീലഗായ് അല്ലെങ്കിൽ നീലക്കാള. ഗായ് എന്നാൽ പശു. ഗായ് എന്ന് ആ മൃഗത്തിന്റെ പേരിന്റെ കൂടെ ചേർത്തത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. മതപരമായ കാരണങ്ങളാൽ ആളുകൾ അവയെ കൊല്ലാൻ ഭയപ്പെട്ടു. നമ്മുടെ കഴിഞ്ഞ കഥയിലും നമ്മൾ നീലഗായ് അല്ലെങ്കിൽ നീലക്കാളയെ പറ്റി വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. നീലഗായ് അല്ലെങ്കിൽ നീലക്കാള ഇതൊരു പശുവോ കാളയോ ഒന്നുമല്ല. ഇത് മാൻവർഗത്തിൽപ്പെടുന്ന ഒരു മൃഗമാണ്. മാനുകളിൽ ഏറ്റവും വലിപ്പമേറിയ മാനുകളുടെ വിഭാഗത്തിൽപ്പെടുന്നു. വാഹനങ്ങളുടെ വരവും കാളവണ്ടികളുടെ സഞ്ചാരവും കാരണം കടുവകൾക്കും പുലിക്കും വനത്തിൽ അവരുടെ സ്വാഭാവികമായ ഇരകളെ കിട്ടാൻ ബുദ്ധിമുട്ടായി. അവ ഒരിക്കലും ഒരു സസ്യാഹാരികളല്ല. അവ മാംസഭുക്കുകളാണ്. അവയ്ക്ക് കഴിക്കാൻ മാംസം തന്നെ വേണം. അപ്പോൾ അവ എന്തു ചെയ്യും? അവ വളർത്തുമൃഗങ്ങളെ കൊല്ലാൻ വരും. ഞാൻ അവിടുത്തെ ആളുകളോട് ഇതെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് കഴിക്കുവാൻ വേണ്ടി ആഹാരവും ചായയും കൊണ്ടുവന്നു. അവിടുത്തെ ഗ്രാമീണരുടെ അതിഥി സൽക്കാരമാണിത്. അവിടുത്തെ ആളുകൾക്ക് സ്വന്തമായി കഴിക്കാൻ ഒന്നും ഉണ്ടാകില്ല എങ്കിലും അവിടേക്ക് കടന്നു വരുന്ന അതിഥികളെ അവർ തീർച്ചയായും സൽക്കരിക്കും. ഞാൻ എനിക്കായി ചായ കൊണ്ടുവന്നവരോട് ഞാൻ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ഫ്ലാസ്ക് നിറയെ ചായ തരുമോ എന്ന്. കാരണം കടുവവേട്ടയ്ക്ക് മച്ചാണിലിരിക്കുമ്പോൾ ചായയാണ് ഏറ്റവും നല്ലത്. അവയെ കാത്തിരിക്കുമ്പോൾ ഉറക്കം വരാതെ അത് കുടിച്ചുകൊണ്ട് അങ്ങനെ ഉണർന്നിരിക്കുവാൻ സാധിക്കും. ചായയാവുമ്പോൾ തണുത്തു കഴിഞ്ഞാലും അത് കുടിക്കുവാൻ സാധിക്കും. ആരാലും വിളിക്കപ്പെടാതെ ക്ഷണിക്കാതെ ധാരാളം കുട്ടികൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്തിന് ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു. അർദ്ധനഗ്നരായ കുട്ടികൾ. അതിൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി എൻ്റെ അരികിലേക്ക് നടന്നു വന്നു. അവൻ്റെ തൊണ്ട അവൻ ശരിയാക്കി. അതിനുശേഷം അവൻ എന്നോട് ചോദിച്ചു, എനിക്ക് ഇന്ന് രാത്രിയിൽ അങ്ങയുടെ കൂടെ ആ മച്ചാണിൽ വന്നിരിക്കാൻ പറ്റുമോ? ആ കടുവയെ കൊല്ലുന്നത് കാണാൻ കഴിയുമോ എന്ന്. ഞാനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് ചുമ വല്ലതുമുണ്ടോ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ചുമയൊന്നുമില്ല.
ഞാൻ പുകയൊന്നും വലിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ചുമയുമില്ല. എന്നിട്ട് അവനൊന്ന് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ കനയ്യ അവിടേക്ക് ഓടിയെത്തി. ഇവനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇവന് നല്ല ചുമയാണുള്ളത്. ഈ രാത്രി മുഴുവൻ ആ മച്ചാനിരുന്നവൻ ചുമച്ച് നമ്മുടെ പ്ലാൻ മുഴുവൻ വെള്ളത്തിലാക്കും. എന്നാൽ എനിക്ക് ആ കുട്ടിയോട് എൻ്റെ കൂടെ വരണ്ട എന്ന് പറയുവാൻ കഴിയില്ലായിരുന്നു. അവൻ്റെ നിഷ്കളങ്കമായ നോട്ടം അതിനെ എന്നെ കൊണ്ട് സാധിപ്പിച്ചില്ല. ഞാൻ അവനോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോയി ഇന്ന് രാത്രിയിൽ മച്ചാനിലിരിക്കുവാൻ വേണ്ടിയുള്ള കുറച്ചു ഭക്ഷണം നിനക്ക് കഴിക്കുവാനും ഒരു കമ്പിളി പുതപ്പും കൊണ്ടുവരാൻ. അവൻ കേട്ട പാതി അവൻ്റെ വീട്ടിലേക്ക് ഓടി. ആ കുട്ടി ഓടിയ പുറകെ ആളുകൾ എന്നോട് പറഞ്ഞു, അവൻ്റെ പേര് ബല്ലു എന്നാണ്. ഈയിടെയാണ് അവൻ വളർത്തിയ അവൻ്റെ കാളകളിൽ ഒന്നിനെ ആ കടുവ കൊന്നത്. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും അവിടേക്ക് ഇരുട്ട് കടന്നു വന്നിരുന്നു. ഞാൻ പോകാനായി തയ്യാറെടുത്തു. അപ്പോഴേക്കും നമ്മൾ മുന്നേ പറഞ്ഞ ഫോറസ്റ്റ് ഗാർഡായ ബിർജ തൻ്റെ വീട്ടിലേക്ക് കയറുകയും അതിനുള്ളിൽ നിന്നും ഒരു പുതപ്പെടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്തു. ബിർജ പറഞ്ഞു, രാത്രിയിൽ വളരെ തണുപ്പായിരിക്കും സാർ, പുതപ്പില്ലാതെ കഴിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, തണുപ്പ് വന്നാൽ വരട്ടെ, നിങ്ങളുടെ പുതപ്പ് എനിക്ക് തന്നിട്ട് ഈ രാത്രിയിൽ തണുത്തു വിറച്ചുറങ്ങുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ കെട്ടിയിട്ട എരുമയെ കടുവ കൊന്നിട്ട് ഞാൻ ഉറങ്ങുന്നത് എനിക്കിഷ്ടമല്ലെന്നും ഞാൻ പറഞ്ഞു. പക്ഷേ ബിർജ പറഞ്ഞു, സാർ, നല്ല തണുപ്പുണ്ടാവും, എരുമയെക്കുറിച്ച് ഞങ്ങൾക്ക് വിഷയമില്ല. ഞങ്ങളുടെ ധാരാളം എരുമകളെ ആ കടുവ നേരത്തെയും കൊന്നിട്ടുണ്ട്. ഈ പുതപ്പ് എനിക്ക് ഉപയോഗമില്ലാത്ത ഒന്നാണ് സാർ. എൻ്റെ മകൾ മരിച്ചതിന് ശേഷം ഞാൻ ഈ പുതപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നന്ദിയോടെ ഫോറസ്റ്റ് ഗാർഡിൻ്റെ കയ്യിൽ നിന്നും ആ പുതപ്പ് വാങ്ങുകയും കനയ്യയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു. കാരണം കനയ്യയാണ് എൻ്റെ റൈഫിലും ടോർച്ചും എല്ലാം കൊണ്ടുപോകുന്നത്. ബല്ലുവും കനകയെയും ആ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നുപോയി. അതായത് നമ്മൾ മച്ചാൽ കെട്ടിയ ആൽമരത്തിൻ്റെ അരികിലേക്ക്, ആ ട്രാക്ക് ജംഗ്ഷൻ്റെ അരികിലേക്ക്. ബല്ലുവിൻ്റെ കയ്യിൽ ചായയുടെ ഫ്ലാസ്ക് ആണുള്ളത്. ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ അവർക്കൊപ്പം നടന്നു. അങ്ങനെ ആൽമരത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഞാനും കനയ്യയും ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞങ്ങളുടെ പ്ലാനിൽ എന്തോ പിശക് പറ്റിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ കനയ്യയെ ഒന്ന് നോക്കുകയും കനയ്യ തിരിച്ച് എന്നെ നോക്കുകയും ചെയ്തു. ഞങ്ങൾ ചിന്തിച്ചത് ഒരേ കാര്യം തന്നെയാണ്. ആൽമരത്തോട് ചേർന്ന് തന്നെയാണ് ആ എരുമയെ കെട്ടിയിരിക്കുന്നത്. എന്നാൽ എരുമയെ കെട്ടിയതിന് തൊട്ടടുത്താണ് ആ മുൾപടർപ്പുകൾ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുള്ളത്. ഞങ്ങൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇനിയും കടുവ കടന്നു വരുന്നത് ആ കുറ്റിക്കാടിനുള്ളിൽ നിന്നുമാണെങ്കിൽ ഞാൻ കാണുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ എൻ്റെ തോക്കിൽ നിന്നും ഷോട്ട് പായുന്നതിന് മുന്നേ തന്നെ എരുമയെ കൊന്നുകൊണ്ട് കുറ്റിക്കാടിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകും. എനിക്ക് വെടിവെക്കുവാനുള്ള ഒരു അവസരം പോലും ലഭിക്കില്ല. 15-20 വാരയകലെ മൃഗങ്ങൾ സാധാരണയായി കടന്നു പോകുന്ന ഒരു വഴിയുണ്ട്. അവിടെ കുറ്റിയടിച്ച് ആ എരുമയെ അവിടെ കെട്ടാൻ സാധിച്ചാൽ അതിന് ചുറ്റും 10 വാരയകലെ മറ്റൊന്നുമില്ല. ഏതു വഴി കടുവ അവിടേക്ക് വന്നാലും അവനെ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ഞാൻ ആ എരുമയെ കെട്ടുവാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് മുൾച്ചെടിയുടെ ഒരു വരമുണ്ടായിരുന്നു. ഞങ്ങളത് വെട്ടിമാറ്റി. ഞങ്ങൾ വെട്ടിമാറ്റിയ മുൾച്ചെടികൾ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ആ സ്ഥലം പഴയതുപോലെ തന്നെയാക്കി. അതിനുശേഷം അവിടെ കുറ്റിയടിച്ച് ആ എരുമയെ വലിയൊരു കയർ ഉപയോഗിച്ച് ബന്ധിച്ച് അവിടെ കെട്ടിയിട്ടു. അതിന് സുഖമായി നടക്കുവാനും ഇരിക്കുവാനും പാകത്തിലായിരുന്നു ഞങ്ങൾ ആ എരുമയെ അവിടെ കെട്ടിയത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് പൂർണ്ണമായും ഇരുട്ട് കടന്നു വന്നു കഴിഞ്ഞിരുന്നു. ചന്ദ്രന്റെ നിലാവ് മാത്രമായിരുന്നു ഞങ്ങൾക്ക് പിന്നീട് വെളിച്ചം പകർന്നു നൽകിയത്. രാത്രി മുഴുവൻ ഈ നിലാവ് ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ തെളിഞ്ഞ അന്തരീക്ഷവും ഈ നിലാവിന്റെ വെളിച്ചത്തിലും അവിടേക്ക് കടന്നു വരുന്ന കടുവയെ വളരെ വ്യക്തമായി തന്നെ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞാനും ബല്ലുവും ആ മരത്തിലേക്ക് വലിഞ്ഞു കയറി അവിടെ ഉണ്ടാക്കിയ മച്ചാണിലേക്ക് ഇരിപ്പുറപ്പിച്ചു. കനയ്യയോട് അവസാനമായി എല്ലാം നല്ലപോലെ പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്ന് പൊയ്ക്കോളുവാൻ ഞാൻ പറഞ്ഞു. രാത്രിയിൽ ഞാൻ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നേരം പുലർന്ന് എന്നെ വിളിക്കുവാൻ വേണ്ടി വരുമ്പോഴോ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം വെടിയേറ്റ മൃഗം പൂർണ്ണമായും ചത്തില്ല എങ്കിൽ അവൻ അത്യധികം അപകടകാരിയായി മാറും. നിങ്ങൾ എന്നെ വിളിക്കുവാൻ വേണ്ടി ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളെ അവൻ അവൻ്റെ ഇരയാക്കി മാറ്റും. ഇതെല്ലാം കനയ്യയ്ക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി അവനോട് പറഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്നും തൻ്റെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അവൻ പോയ പുറവിന് ഞാൻ ആൽമരത്തിലേക്ക് എൻ്റെ മുതുക് ചാരി വെച്ച് ഉറപ്പിച്ചിരുന്നു. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന പൈപ്പ് കത്തിച്ച് ഞാൻ വലിച്ചു. കടുവ വേട്ടയ്ക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുമ്പോൾ പുക വലിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. എന്നാൽ ആ പുക വലിക്കുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചം പുറത്തേക്ക് കാണാതിരുന്നാൽ മാത്രം മതി. ഞാൻ ഒരു തവണ മാത്രമേ ഈ പൈപ്പ് കത്തിച്ച് വലിക്കാറുള്ളൂ. അത് കെട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാനത് കത്തിക്കാൻ പോകാറില്ല. അങ്ങനെ കെട്ടുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മണം കടുവകൾക്കോ പുലികൾക്കോ കിട്ടാറില്ല.
കാരണം കടുവകൾക്കും പുലികൾക്കും താരതമ്യേന ഘ്രാണശക്തി കുറവാണ്. നിങ്ങൾ സിഗരറ്റ് കത്തിച്ച് വലിക്കുകയാണെങ്കിൽ അത് കാണാൻ സാധ്യതയുണ്ട്, കാരണം അതിൻ്റെ കാഴ്ചശക്തി വളരെ കൂടുതലാണ്. മറിച്ച് പൈപ്പ് കത്തിച്ച് വലിക്കുകയാണെങ്കിൽ അത് കാണാൻ സാധ്യത കുറവാണ്, കാരണം അതിൽ തീപ്പൊരി കാണില്ല. ബെല്ലു എൻ്റെ അരികിൽ കാല് മടക്കിയിരുന്നു. ഞാൻ അവനോട് കൊണ്ടുവന്ന ആഹാരം എടുത്ത് കഴിക്കുവാൻ പറഞ്ഞു. കാരണം കുറച്ചുകൂടി കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ ആ കടുവ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചവയ്ക്കുന്ന ശബ്ദം അവന് കേൾക്കുവാൻ സാധിക്കും. അതോടെ കടുവയ്ക്ക് കാര്യം മനസ്സിലാകും. കുറച്ചു സമയം ഞാൻ പതിയെ അവനോട് സംസാരിച്ചു. പിന്നെ രാത്രിയിലത്തെ കാത്തിരിപ്പിനായി തയ്യാറെടുത്തു. സൂക്ഷ്മയുള്ള കണ്ണുകളും ശ്രദ്ധയുള്ള കാതുകളുമായി തികഞ്ഞ നിശബ്ദതയോടെ ഞങ്ങൾ അവിടെ കാത്തിരുന്നു. തുറന്ന ഇടതൂർന്ന വനത്തിൽ രാത്രിയിൽ ഇരിക്കുന്നത് ഒരു വിസ്മയകരമായ അനുഭവമാണ് നൽകുന്നത്. പക്ഷികൾ അവയുടെ കൂട്ടിലേക്ക് മടങ്ങിയെത്തും. കുറച്ചുനേരം ചിലച്ചതിന് ശേഷം അവ വിശ്രമിക്കുവാൻ തുടങ്ങും. സൂര്യന്റെ സ്ഥാനത്തേക്ക് ചന്ദ്രനും നക്ഷത്രങ്ങളും വരും. അപ്പോഴേക്കും ഭൂമി മുഴുവൻ തികഞ്ഞ ശാന്തതയിലേക്ക് മാറും. നമുക്ക് ചുറ്റും ചീവീടുകളുടെ വലിയ ഒച്ചകൾ കേൾക്കാം. രാത്രി സഞ്ചാരികളായ പക്ഷികളുടെ കരച്ചിൽ പതിയെ ഉയരാൻ തുടങ്ങും. അങ്ങ് ദൂരെ വനത്തിനുള്ളിൽ നിന്നും ഉള്ളിമാനുകളുടെയും സാമ്പാമാനുകളുടെയും അലാറം വിളികൾ കേൾക്കാം. കുരങ്ങന്മാരുടെ കരച്ചിലുകളും കേൾക്കാം. ഇതെല്ലാം ഇവിടേക്ക് വലിയ പൂച്ച കടന്നു വരുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളാണ്. ഇതുകൂടാതെ മരക്കൊമ്പുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം, ഇലകൾ വീശിയടിക്കുന്ന ശബ്ദം, ഇവയും ഇതിനൊപ്പം ഉയർന്നു കേൾക്കാൻ കഴിയും. നിങ്ങൾ ഇരിക്കുന്നത് ആൽമരത്തിലാണെങ്കിൽ ഇലകളുടെ വലിപ്പം കൊണ്ട് ഇലകളുടെ ശബ്ദം കുറച്ചുകൂടി കൂടുതലായി കേൾക്കാം. പ്ലാവിൻ്റെയും തേക്കിൻ്റെയും മരത്തിൽ ഇത് തന്നെയാണ് അനുഭവം. നിങ്ങൾ വനത്തിൽ ഇതിനു മുന്നേ താമസിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ രാത്രിയിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്കറിയാം. നമുക്ക് ഒരു സമയം വരും. ആ സമയത്ത് മരങ്ങളുടെ കൊമ്പുകൾ ചലിക്കില്ല, ഇലകൾ അനങ്ങില്ല, മൃഗങ്ങൾ അനങ്ങില്ല, ശബ്ദിക്കില്ല. കാട്ടിലിനിയിപ്പോൾ ആനകളുണ്ടെങ്കിൽ അവയുടെ ചെവികൾ പോലും അനക്കില്ല. പൂർണ്ണമായ നിശബ്ദത. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. വനത്തിൽ ഒരിക്കൽ പോയപ്പോഴായിരുന്നു അത്. ഈ സമയം എത്തുമ്പോൾ നമ്മൾ ശ്വസിക്കുവാൻ പോലും ഭയക്കുന്ന അത്രയും നിശബ്ദതയാണ് നമുക്ക് ചുറ്റും ഉയരുന്നത്. ഒരിക്കൽ ഞാൻ വനത്തിൽ ഉറങ്ങിക്കടന്നപ്പോൾ എനിക്ക് ഇതുപോലെ അനുഭവിക്കുവാൻ കഴിഞ്ഞു. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന റൈഫിൾ എടുത്ത് ഉയർത്തുവാൻ പോലും എനിക്ക് കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. എൻ്റെ ഹൃദയമിടിപ്പ് പോലും എനിക്ക് വളരെ വ്യക്തമായി തന്നെ കേൾക്കുവാൻ കഴിഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും എല്ലാം സാധാരണഗതിയിലേക്കായി. ഞാൻ പേടിച്ചില്ല, പക്ഷേ ചില അജ്ഞാതമായ കാരണങ്ങൾ, അതായത് എന്തോ ഒരു ശക്തിയുടെ സാന്നിധ്യം കാരണം എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ആളുകളിൽ നിന്നും കേട്ടിട്ടുണ്ട്, വനത്തിൽ ഒരു സമയം വരും, പലതരം ആത്മാക്കൾ വനത്തിൽ കറങ്ങാൻ ഇറങ്ങും. അവർ ആകർഷിക്കും, പക്ഷേ കാണാൻ കഴിയില്ല. എന്നാൽ മൃഗങ്ങൾക്ക് അവയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. അവ ശബ്ദമുണ്ടാക്കുന്നത് നിർത്തും. മനുഷ്യർക്കും ചിലപ്പോൾ അത് അനുഭവിക്കുവാൻ കഴിയും. ആ ആത്മാക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവരുടെ സാധാരണ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. ഈ ചിന്തകളൊക്കെ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ആ താഴെ കെട്ടിയിരിക്കുന്ന എരുമയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് ശാന്തമായി താഴെ ഇരിക്കുകയാണ്. അതിൽ ഭയത്തിൻ്റെതായ യാതൊരു ചലനങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് ബല്ലു എൻ്റെ കൈയിലേക്ക് അവൻ്റെ കൈ വെച്ചത്. അവൻ എന്നെ പതിയെ വിളിച്ചു. അവൻ എന്നെ ശ്രദ്ധ കൊണ്ടുപോയത് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്നും ഏകദേശം 40 വാര അകലെയാണ്. ബല്ലു പതിയെ എന്നോട് പറഞ്ഞു, ഭാഗ്, ഭാഗ് എന്ന കടുവ. റൈഫിൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പതിയെ റൈഫിൾ എടുക്കുകയും എൻ്റെ തോളിലേക്ക് ഉയർത്തി വെക്കുകയും ആ ഭാഗത്തേക്ക് തിരിക്കുകയും ചെയ്തു. എൻ്റെ ഇടത് കൈയിലെ തള്ളവിരൽ ടോർച്ചിൻ്റെ സ്വിച്ചിലായിരുന്നു. എൻ്റെ കണ്ണുകൾ ഇപ്പോൾ പൂർണ്ണമായും കേന്ദ്രീകരിച്ചത് ആ കറുത്ത നിഴലിലും. ആ നിഴൽ പതുക്കെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് പതിയെ പതിയെ നീങ്ങി വരുന്നുണ്ട്. പതിയെ അതെൻ്റെ ടോർച്ചിൻ്റെ വെട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കഴുതപ്പുലി, വരയൻ കഴുതപ്പുലി. എന്തോ സംശയത്തോടെ ആ കഴുതപ്പുലി ഞങ്ങളിൽ നിന്നും ഏകദേശം 10 വാര അകലെയായി അനങ്ങാതെ നിന്നു. അവനിപ്പോൾ നിന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ ആ എരുമക്കുട്ടിയെ കണ്ടുകൊണ്ടാണ് അവിടെ നിന്നത്. എരുമയും അവിടെ നിന്ന കഴുതപ്പുലിയും മുഖാമുഖം കണ്ടു. എരുമ ചെവി വിടർത്തി കാലുകൾ അല്പം ചലിപ്പിച്ചു, കഴുതപ്പുലിയെ വെല്ലുവിളിക്കുന്നത് പോലെ. എനിക്ക് ഈ കഴുതപ്പുലികളെ ഒട്ടും ഭയമില്ല. അവർ മുട്ടകൾ നശിപ്പിക്കും, എന്തു വേണമെങ്കിലും ചെയ്യും, മനുഷ്യക്കുട്ടികളെ പോലും തട്ടിക്കൊണ്ടുപോകും. ഞാനത് ആ കുട്ടിയോട് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും കഴുതപ്പുലി ചിരിക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കി. എന്നിട്ട് തിരിഞ്ഞ് കാട്ടിലേക്ക് മറഞ്ഞു. കുറച്ചു നേരം അതിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. എരുമ വീണ്ടും പുല്ലു തിന്നാൻ തുടങ്ങി.
ഒരു പക്ഷേ ആ എരുമ കഴുതപ്പുലിയെ പരിഹസിക്കുകയായിരിക്കണം. ബെല്ലു പതിയെ കഴുതപ്പുലിയെ ഓർത്ത് എന്തോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ചിരി വന്നു. ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായും ആ കഴുതപ്പുലിയെ വെടിവെച്ചു കൊന്നേനെ. വീണ്ടും സമയം മുന്നിലേക്ക് പോയപ്പോൾ ബെല്ലു പതിയെ പതിയെ ഉറക്കത്തിലേക്ക് വീണു. ഞാൻ ഉറങ്ങാതെ ആ കടുവയ്ക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു. നേരം വെളുക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ബെല്ലുവിനെ എഴുന്നേൽപ്പിച്ചു. പതിയെ ആൽമരത്തിന് താഴേക്ക് ഇറങ്ങുകയും ആ എരുമയെ അടിച്ചുവിടുകയും ചെയ്തു. അതിനുശേഷം പതിയെ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് നടന്നു. ഞാൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും ബിർജയും കനയ്യയും ബിർജിയുടെ വീട്ടിലിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഗ്രാമം ഉണർന്നു കഴിഞ്ഞിരുന്നു. പ്രായമായ ആളുകൾ മുതൽ ചെറിയ കുട്ടികൾ വരെ എല്ലാവരും അവരുടെ ദിനചര്യകളിൽ ഏർപ്പെട്ടിരുന്നു. ചെറിയ കുട്ടികൾ കളിക്കുന്നു, മരങ്ങളിൽ നിന്ന് പക്ഷികൾ ചിലയ്ക്കുന്നു, സ്ത്രീകൾ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന ശബ്ദം എന്നിവയെല്ലാം അവിടെ ഉയർന്നു കേൾക്കാം. അവിടുത്തെ പുരുഷന്മാർ കൃഷി ഉപകരണങ്ങളുമായി വയലിലേക്ക് പോകുവാൻ തുടങ്ങുന്നു. ഇന്നലത്തെ രാത്രിയിൽ ആ കടുവ അവിടേക്ക് വന്നില്ല. ആ കടുവ മറ്റേതോ ദിശയിലേക്ക് വേട്ടയാടാൻ പോയിരുന്നു. ഞാൻ ഇന്നത്തെ ഈ ദിവസം ഈ ഗ്രാമത്തിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചു. കനയ്യയോട് സൈക്കിൾ എടുത്തുകൊണ്ട് ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലേക്ക് പോകുവാനും ഈ വിവരം അറിയിക്കുവാനും പറഞ്ഞു. കടുവയെ പറ്റിയുള്ള ഏതെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ പലാഷ്കട്ടിലേക്ക് വിവരം എത്തിക്കാനും അവരോട് പറയണമെന്ന് പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം കനയ്യ ഒരു വാർത്തയുമായി വന്നു. ആ കടുവ 2 പശുക്കളെ കൊന്നു എന്ന വാർത്തയായിരുന്നു അത്. പലാസ്കട്ട് ഗ്രാമത്തിനടുത്ത് വെച്ച് ഒരു പശുവിനെ കൊന്ന് അവിടെ തന്നെ ഇട്ടു. മറ്റൊന്നിനെ കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ ആ പശുവിന്റെ ജഡമുള്ളത് പാറകെട്ടുകൾ നിറഞ്ഞ ഒരു ചോലയുടെ അടുത്ത് കുറ്റിക്കാടിനുള്ളിലാണ്. അതിന്റെ പിൻകാലുകളിൽ നിന്നും കുറച്ച് മാംസം അവൻ കഴിച്ചിട്ടുണ്ട്. അവൻ ആദ്യം കൊന്നിട്ട പശുവിനെ അവൻ തൊട്ടിട്ടില്ല. ഞാൻ ആ പശുവിനെ ഇലകൾ കൊണ്ട് മൂടി. കഴുകന്മാർ വന്ന് തിന്നാതിരിക്കുവാൻ വേണ്ടി ഒരാളെ അവിടെ കാവലം നിർത്തിയിട്ടുണ്ട്. താൽക്കാലികമായ ഒരു മച്ചാൻ ഉണ്ടാക്കിയാണ് അവനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. മറ്റേ പശുവിനെ കൊണ്ടുപോയ സ്ഥലത്ത് മച്ചാൻ ഉണ്ടാക്കാൻ പറ്റിയ മരങ്ങളൊന്നുമില്ലായിരുന്നു. അവിടെ നിറയെ കരിങ്കൊച്ചി കുറ്റിച്ചെടികളാണ് ഉള്ളത്. ആ സ്ഥലം പലാഷ്കാട്ടയിൽ നിന്നും ഏകദേശം 1.5 മൈൽ അകലെയാണ്. കനയ്യ പറഞ്ഞു. ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ ആ കാലടയാളങ്ങൾ വ്യക്തമായി തന്നെ പരിശോധിച്ചു. അതാ വലിയ ആൺകടുവയുടെ കാലടയാളം തന്നെയാണ്. എൻ്റെ അരികിലേക്ക് ഒരു വൃദ്ധയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് വന്നിരുന്നു. ഞാൻ കനയ്യയോട് ചോദിച്ചു, ഇവരാരാണെന്ന്. കനയ്യ പറഞ്ഞു, ഈ സ്ത്രീയുടെ പശുക്കളെയാണ് ആ കടുവ കൊന്നത്. 2 പശുക്കളെയും ആ കടുവ കൊന്നു. ഇവരുടെ കുട്ടികളെ പോലെ നോക്കിയ പശുക്കളായിരുന്നു അത്. അതുകൊണ്ടാണ് അവർ ഇത്രയും കരയുന്നത്. ഇവരും ഞങ്ങൾക്കൊപ്പം വന്നിരുന്നു ആ പശുവിനെ തേടി കണ്ടുപിടിക്കുവാൻ വേണ്ടി. ഞാൻ കനയ്യയോട് പറഞ്ഞു, അവന് ഒരു പശുവിനെ മാത്രമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. എന്നാൽ അവൻ 2 പശുക്കളെ കൊന്നിരിക്കുന്നു. എന്തിനായിരിക്കും? ഒരു പക്ഷേ അവൻ പിന്നീട് വന്ന് മറ്റേതിനെ ഭക്ഷിക്കാം. അതിന് സാധ്യതയില്ലാതില്ല. കനയ്യ പറഞ്ഞു. അത് ശരിയാണ് സാർ. പാറക്കെട്ടുകളുള്ള ചോലയ്ക്കടുത്ത് കുറ്റിക്കാട്ടിലാണ് അവൻ 2ാമത്തതിനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അതിനടുത്താണ് നമുക്ക് യാതൊരു മരവും കണ്ടെത്താൻ കഴിയാഞ്ഞത്. എന്നാലും ഞാൻ ശ്രമിക്കാം അവിടെ ഒളിച്ചിരിക്കുവാൻ നമുക്ക് പറ്റിയ എന്തെങ്കിലും സ്ഥലമുണ്ടോ എന്ന്. ഞാൻ അവനോട് പറഞ്ഞു, ഇന്ന് പൂർണ്ണമായും ചന്ദ്രൻ ആകാശത്തിലുണ്ടാകും. വെളിച്ചം കൂടുതലായിരിക്കും. നമ്മുടെ ചെറിയ ചലനങ്ങൾ പോലും അവൻ്റെ മൂർച്ചയുള്ള കണ്ണുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. നിലത്തിരുന്നാൽ ഒട്ടും അനങ്ങാതെ ശ്രദ്ധയോടെ വേണം ഇരിക്കാൻ. അങ്ങനെയുള്ള ഒരു സ്ഥലം വേണം കണ്ടെത്താൻ. എനിക്ക് മഹുവിൽ താമസിക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവന് കടുവയെ വേട്ടയാടുവാൻ വലിയ താല്പര്യമായിരുന്നു. അവൻ്റെ ലക്ഷ്യവും തെറ്റിയിരുന്നില്ല. അവനെ ഈ കഥയിൽ ഞാൻ ബി എന്ന് വിളിക്കാം. ഞാൻ അവൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവൻ എൻ്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചു. ഇനി നമ്മൾ പോകുന്നത് കടുവ കൊന്ന ആദ്യ പശുവിൻ്റെ അടുത്തുള്ള മച്ചാണിലേക്കാണ്. ഞാനും കനയ്യയും ബിയും ഉച്ചയ്ക്ക് 4 മണിക്ക് തന്നെ പലാഷ്കട്ടിലേക്ക് എത്തിയിരുന്നു. ഞാൻ എൻ്റെ ഫോർഡ് കാറ് അടുത്ത് നിർത്തി. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ തീരുമാനിച്ച സ്ഥലങ്ങളിലേക്ക് എത്തി. ഞങ്ങൾ ആദ്യം ചെന്നത് കടുവ കൊന്നിട്ട ആ പശുവിൻ്റെ അടുക്കിലേക്കാണ്. ആ താൽക്കാലികമായി കെട്ടിയിട്ട മച്ചാന്റെ അടുക്കിലേക്ക്. അവിടെ 2 പേർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാര്യം തിരക്കി. ഉച്ചയ്ക്ക് കടുവയുടെ ശബ്ദം കേട്ടിരുന്നു. ശബ്ദം കേട്ടത് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1000 വാര അകലെ നിന്നുമാണ്. ആ കാവൽക്കാരൻ ഞങ്ങളോട് പറഞ്ഞു. ഞാൻ പതിയെ ചത്തുകിടക്കുന്ന പശുവിൻ്റെ അരികിലേക്ക് പോയി. കഴുത്തൊടിച്ചാണ് കൊന്നിരിക്കുന്നത്. തല പിന്നിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു. കഴുത്തിൽ 4 ഇഞ്ചോളം വലിപ്പമുള്ള 2 വലിയ ദ്വാരങ്ങളുണ്ട്. എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്ത് ബി മച്ചാണിൽ കയറിയിരുന്നു. അവനെ ദൂരെ നിന്ന് കാണാത്ത രീതിയിൽ ഇലകളും ചില്ലകളും കൊണ്ട് അവൻ ഇരിക്കുന്ന സ്ഥലം മറച്ചു. എന്നിട്ട് ഞാൻ കനയ്യയോട് പറഞ്ഞു,
നമുക്കിനി മറ്റേ പശുവിന്റെ അരികിലേക്ക് പോകാം. ബാക്കിയുള്ളവരോട് മരത്തിന്റെ അരികിൽ തന്നെ കാവൽ നിൽക്കാൻ പറയും. ഞാൻ എൻ്റെ റൈഫിൾ എടുത്തു. കനകയ്യയുടെ കയ്യിൽ ടോർച്ചും കൊടുത്തു. ഞങ്ങൾ പതിയെ മുന്നിലേക്ക് നീങ്ങി. രണ്ടാമത് ആ കടുവ പിടിച്ചുകൊണ്ടുപോയ പശുവിന്റെ അരികിലേക്ക് നടന്നു പോകുമ്പോഴും ഞങ്ങൾ ചെവികൾ അവിടേക്ക് കൂർപ്പിച്ചു വെച്ചാണ് നടന്നിരുന്നത്. കാരണം ആ പശുവിന്റെ അരികിൽ നിന്നും ഇല്ലുകൾ കടിച്ചു പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ വേഗം ഒരു ഏറ്റുമുട്ടലിന് അത് സാധ്യതയൊരുക്കും. ഞങ്ങളിപ്പോൾ വേട്ടയാടാൻ പോകുന്ന ഈ കടുവ വളരെ മോശമായ ഒരു കടുവയാണ്. വിചിത്രമായ സ്വഭാവത്തിനുടമയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പതിയെ നടന്ന് കനയ്യ ആ ചത്തുകിടക്കുന്ന പശുവിന്റെ അരികിൽ എന്നെ കൊണ്ടെത്തിച്ചു. അവൻ ആ കുറ്റിക്കാടുകൾ പരതി. അവിടെ പശുവിന്റെ ശവം ഉണ്ടായിരുന്നില്ല. ആ കടുവയുടെ കാലടയാളങ്ങളായിരുന്നു പകരം ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. പിന്നെ വലിച്ചിരിച്ചു കൊണ്ടുപോയ പാടും. ഞങ്ങൾ ഇരുവരും പരസ്പരം മുഖാമുഖം നോക്കി. അതിനുശേഷം തീരുമാനിച്ചു, ആ വലിച്ചിരിച്ചു കൊണ്ടുപോയ പാടും കടുവയുടെ ട്രാക്കും പിന്തുടർന്നുകൊണ്ട് അതിന്റെ പുറകെ തന്നെ പോകുവാൻ. അങ്ങനെ ഞങ്ങൾ ആ വലിച്ചിരിച്ച പാടിനെ പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് നടന്നു നീങ്ങി. അത് ഞങ്ങൾ ഏകദേശം 100 വാര അകലേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ പരതി ആ പശുവിന്റെ ജഡത്തിന്റെ അരികിലേക്ക് എത്തി. കുറ്റിക്കാടുകൾക്കിടയിൽ ആ പശുവിന്റെ ജഡം കണ്ടെത്തുകയും ചെയ്തു. കനിയ പറഞ്ഞു, ദാണ്ടെ ഇവിടെ കിടക്കുന്നു ആ പശുവിന്റെ ജഡം. 2 വലിയ പാറക്കല്ലുകൾക്കിടയിൽ കുറ്റിക്കാടുകൾ കൊണ്ട് മൂടിയ നിലയിലാണ് പശു കിടന്നിരുന്നത്. ഞങ്ങൾ ശ്രദ്ധയോടെ നോക്കി. പക്ഷേ കടുവ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചുറ്റുപാടും പരതി. ഞാൻ എൻ്റെ തോക്കിലേക്ക് റൈഫിൾ എടുത്ത് ഉയർത്തി വെച്ചു കഴിഞ്ഞിരുന്നു. ഇനിയും ഏത് നിമിഷവും കാഞ്ചി വലിക്കാൻ തയ്യാറാക്കിയാണ് ഞാൻ അവിടെ നിന്നത്. ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്നും കുറച്ച് ദൂരെ മാറി ഒരു കൊമ്പിലായി കുറച്ച് പ്രാവുകൾ ഇരിക്കുന്നത് മാത്രമാണ് ഞങ്ങൾ കണ്ടത്. ഞാൻ ആ കടുവയ്ക്ക് വേണ്ടി അവിടെ തന്നെ കാത്തിരിക്കുകയാണ്. ആ പശുവിനെ ആ കടുവ കൊന്നിട്ട വലിച്ചിടിച്ചു കൊണ്ടുപോയിട്ട ആ സ്ഥലത്ത് തന്നെ ചുറ്റുപാടും ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. റൈഫിളിൽ ഞാൻ മുറുകെ പിടിച്ചിരുന്നു. കാരണം ഇനി എപ്പോൾ വേണമെങ്കിലും ആ കടുവ ഞങ്ങൾക്കരികിലേക്ക് വന്നേക്കാം. ഞങ്ങൾ ചുറ്റുപാട് ഒന്ന് നിരീക്ഷിച്ചു. അങ്ങനെ ഞങ്ങളുടെ കണ്ണുകൾ വന്നെത്തിയത് ആ വലിയ പശുവിൻ്റെ ജഡം കിടന്ന ഭാഗത്ത് നിന്നിരുന്ന ഒരു ചെറിയ മരത്തിൻ്റെ കൊമ്പിലേക്കായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കറുത്ത നിറത്തിലുണ്ടായിരുന്ന ഒരു പക്ഷിയെ കാണുവാൻ സാധിച്ചു. വളരെ വിചിത്രമായ ശബ്ദം കേട്ടാണ് എൻ്റെ ശ്രദ്ധ അവിടേക്ക് പോയത്. ഞാൻ കേട്ടത് ബ്ലാക്ക് ഡോങ്കോ എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ കരച്ചിലായിരുന്നു. അതൊരു ബ്ലാക്ക് ഡോങ്കോ ആയിരുന്നു. ബ്ലാക്ക് ഡോങ്കോ എന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആനറാഞ്ചി. എനിക്കൊരു സംശയമുണ്ട്, ഈ ആനറാഞ്ചിയും അതുപോലെ തന്നെ ഈ കാക്കത്തമ്പുരാട്ടിയും ഒന്ന് തന്നെയാണോ എന്ന്. നമ്മൾ നാട്ടിൻപുറങ്ങളിലും ഈ വയൽപ്പാടങ്ങൾക്ക് അരികിലുമെല്ലാം കാണുന്ന കാക്കത്തമ്പുരാട്ടിയില്ലേ, അതും ഈ ആനറാഞ്ചിയും ഒന്ന് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ആനറാഞ്ചി പക്ഷി ആ മരക്കൊമ്പിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവൻ താഴേക്ക് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് താഴ്ന്നു പറന്ന് ചെറു പ്രാണികളെയും മറ്റും കുത്തിയെടുത്തുകൊണ്ട് ആ മരക്കൊമ്പിലേക്ക് തിരിച്ചു പറക്കുന്നുമുണ്ട്. കനയ്യ പതിയെ എൻ്റെ തോളിൽ തട്ടി വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാബ്ജി, അങ്ങ് ആ കാഴ്ച കണ്ടില്ലേ? ആ പക്ഷിയെ കണ്ടില്ലേ? അങ്ങേക്കും അറിയാമല്ലോ സാധാരണയായി ഈ ആനറാഞ്ചി പക്ഷികളെ കാണുന്നത് എവിടെയാണെന്ന്. മാംസഭോജികളായ മൃഗങ്ങൾക്കരികിലാണ് സാധാരണ ഇവയെ കണ്ടുവരുന്നത്. അതിനർത്ഥം ഈ കടുവ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നല്ലേ. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. ഈ പശുവിൻ്റെ ജഡം ആദ്യം കാണുമ്പോൾ ഇതിൻ്റെ ശരീരഭാഗത്തു നിന്നും, അതായത് പിൻഭാഗത്തു നിന്നും കുറച്ച് മാംസം ആ കടുവ ആഹരിച്ചിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി അത് ചെക്ക് ചെയ്തിരുന്നു സാക്ഷി. ആദ്യം കണ്ട സ്ഥലത്തു നിന്നും ഇവിടേക്ക് വലിച്ചിട്ടുകൊണ്ടുപോയ ശേഷവും ആ പശുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും ആ കടുവ ഇതുവരെയും ഭക്ഷിച്ചിട്ടില്ല. ഞാൻ കനയ്യെ ഒന്ന് നോക്കി. അവൻ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പല ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. കടുവയ്ക്ക് ഈ പശുവിൻ്റെ മാംസം കൂടുതലും കഴിക്കുവാൻ ആഗ്രഹമില്ല എങ്കിൽ അവൻ ആദ്യം ഉപേക്ഷിച്ച സ്ഥലത്തു നിന്നും എന്തിനാണ് ഈ പശുവിനെ ഇവിടേക്ക് വീണ്ടും വലിച്ചിഴിച്ചു കൊണ്ടുവന്നത്? ഈ കുറ്റിക്കാടുകൾ കൊണ്ട് അവനെ മറച്ചു വെച്ചത്. അതിനൊരർത്ഥം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ആ കടുവയ്ക്ക് അവൻ കൊന്നു വലിച്ചു കൊണ്ടുവന്ന ഈ ഇരയിൽ താല്പര്യമുണ്ട്. അതിനാൽ തന്നെ ഇത് ഭക്ഷിക്കുവാൻ വേണ്ടി ഇവൻ ഇവിടേക്ക് തന്നെ മടങ്ങിയെത്തും. കനയ്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും കുറ്റിക്കാടിൻ്റെ ഇടയിൽ അവൻ വിശ്രമിക്കുകയായിരിക്കില്ലേ? നമ്മൾ ഇവിടേക്ക് വന്നത് അവൻ അറിഞ്ഞിരിക്കില്ലേ? അവൻ്റെ കണ്ണുകൾ കൊണ്ട് ആ കുറ്റിക്കാടിനുള്ളിൽ നിന്നും നമ്മളെ നിരീക്ഷിക്കുകയായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനിയും ഏതൊരു നിമിഷവും അവൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയില്ലേ സാഹിബ്? നമുക്ക് എത്രയും വേഗം ഒരു സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറണം. ഞാൻ ചുറ്റുപാടും ഒന്ന് പരതി. അവിടെ എങ്ങും എനിക്കിരിക്കുവാൻ പറ്റിയ ഒരു മരം പോലും കാണുവാൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ തെരച്ചിലിനൊടുവിൽ
ആ കടുവ പിടിച്ചുകൊണ്ടിട്ട പശുവിൻ്റെ ശരീരം കിടക്കുന്ന ഭാഗത്തു നിന്നും 5 മീറ്റർ അകലെ ഒരു വലിയ പാറക്കല്ലുണ്ടായിരുന്നു. ഉപരിതലം പരന്ന പാറക്കല്ല്. അത് അവിടെ ഉണ്ടായിരുന്ന കുറ്റിക്കാടുകളാൽ മറയ്ക്കപ്പെട്ട രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ സ്വാഭാവികമായി മറഞ്ഞിരിക്കുവാൻ സാധിക്കും. ഒരു ഒളിത്താവളമായി അതിനെ ഉപയോഗിക്കുവാനും സാധിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ പാറക്കല്ല് കിടക്കുന്നത് കടുവ പിടിച്ചിട്ട പശുവിൻ്റെ ജഡം കിടക്കുന്നതിന് വളരെ അടുത്താണ്. അതൊന്നും ഇനിയും ആലോചിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇതിലും സുരക്ഷിതമായി ഇരിക്കുവാനും അവിടേക്ക് വരുന്ന കടുവയെ വീക്ഷിക്കുവാനും പറ്റിയ മറ്റൊരു സ്ഥലവും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ പാറക്കല്ലിൻ്റെ മുകളിൽ ആ കുറ്റിക്കാടിൻ്റെ മറവിൽ ഇരിക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഇവിടേക്ക് ഈ കടുവയുടെ പാടുകൾ ട്രാക്ക് ചെയ്തു വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു കോട്ട് ധരിച്ചിരുന്നു. ഒരു വലിയ നീളമുള്ള കോട്ട്. തണുപ്പിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയായിരുന്നു അത്. കാരണം കടുവയെ കാത്ത് എവിടെയെങ്കിലും മറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നീടൊരു അനക്കമുണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. അത് ഒഴിവാക്കുവാൻ വേണ്ടി ഞാൻ മുന്നേ തന്നെ ആ കോട്ട് ധരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ സാവധാനം ആ കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. എൻ്റെ ദൃഷ്ടിയെ മറയ്ക്കുന്ന 2-3 ചില്ലകൾ ആ കുറ്റിക്കാടിനുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം ഞങ്ങൾ കൃത്യമായി വെട്ടിമാറ്റി. ഇപ്പോൾ ഞങ്ങൾക്ക് ആ പശുവിൻ്റെ ശരീരം വളരെ കൃത്യമായും വ്യക്തമായും കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടേക്ക് കടന്നു വരുന്ന കടുവയെയും. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ പാറക്കല്ലിന് ഒരു ചെറിയ ചരിവുണ്ട്. ആ ചരിവിലേക്ക് പിന്തിരിഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. അതൊഴിച്ചു വെച്ചാൽ സ്വാഭാവികമായ ഈ കുറ്റിക്കാടുകൾ കൊണ്ട് മൂടപ്പെട്ട ഈ പാറക്കല്ലിനുള്ളിൽ ഇരിക്കുന്നത് വളരെ സുരക്ഷിതമാണ്. എങ്കിലും കനകയ്യ തൃപ്തനായിരുന്നില്ല. അദ്ദേഹത്തിന് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഈ പാറയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ കടുവ എതുവഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും കാണുവാൻ സാധിക്കും എന്ന സംശയങ്ങളായിരുന്നു കനകയ്യയ്ക്ക് ഉണ്ടായിരുന്നത്. അത് മാറ്റിയെടുക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. പതിയെ അയാൾ പാറമേൽ നിന്നും താഴേക്കിറങ്ങി വ്യത്യസ്ത ദിശകളിലും വ്യത്യസ്ത സ്ഥാനങ്ങളിലും പോയി നിന്നു നോക്കി. അവിടെ നിന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റുമോ, എനിക്ക് അദ്ദേഹത്തെ കൃത്യമായി കാണാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു അയാൾ നോക്കിയിരുന്നത്. അങ്ങനെ അയാൾ അവസാനം സംതൃപ്തനായി. അയാൾ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. നമ്മൾ ഇവിടെ ഇരുന്നാൽ പൂർണ്ണമായും കുറ്റിക്കാടുകളാൽ മറഞ്ഞപ്പെട്ട രീതിയിലാണ് ഇരിക്കുന്നത്. ചത്തുകിടക്കുന്ന പശുവിൻ്റെ ജഡത്തിലേക്ക് സമീപിക്കുന്ന കടുവയ്ക്ക് ഒരിക്കലും നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ കൃത്യമായി നമുക്ക് അവനെ വെടിവെച്ചിടാനും സാധിക്കും. പക്ഷേ സാഹിബ്, നിങ്ങൾ സൂക്ഷിക്കണം. അവൻ വലിയൊരു കടുവയാണ്. അവൻ ഇതുകൂടി കൂട്ടിച്ചേർത്തു. അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ അവനെ അവിടെ തന്നെ കൃത്യമായി ഷൂട്ട് ചെയ്ത് വീഴ്ത്തണം. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവൻ ഒരു രാക്ഷസനാണ്. രാക്ഷസൻ. നമ്മളിപ്പോൾ ഒളിച്ചിരിക്കുവാൻ കണ്ടെത്തിയിരിക്കുന്ന ആ പാറയില്ലേ, അതിന്മേൽ ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ള സ്ഥലമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അതിലിരിപ്പുറപ്പിച്ചു. കനകയ്യോട് അവിടെ നിന്ന് പൊക്കോളുവാൻ പറഞ്ഞു. അവിടേക്ക് പോകുന്നതിന് മുന്നേ, അതായത് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുന്നേ കനകയ്ക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ ഞാൻ നൽകിയിരുന്നു. നീ വേണം ഒരു ഭൂതത്തെ പോലെ ആ ഗ്രാമത്തിന് കാവലിരിക്കുവാൻ. ഒരാൾ പോലും ഇങ്ങോട്ട് കടന്നു വരരുത്. പറഞ്ഞു തീർന്ന ഉടനെ തന്നെ കനകയ്യ അവിടുന്ന് പോയി. കണ്ണു തുറക്കുന്നതിന് മുന്നേ അദ്ദേഹത്തെ കൺമുന്നിൽ നിന്നും കാണാതെയുമായി. കനകയ്യയ്ക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ഒട്ടും താമസിക്കാതെ, കൃത്യമായി പറഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വളരെ വേഗം പാറമേലേക്ക് ചാടിക്കയറി. അവിടേക്ക് വന്ന് എൻ്റെ കാതിൽ ഒരു കാര്യം പറഞ്ഞു. ഞാൻ വീണ്ടും കണ്ടു ആ വലിയ മൃഗത്തെ. അവൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടി. ഇവിടെ അടുത്തുള്ള ഒരു കുറ്റിക്കാടിനുള്ളിൽ അവൻ മറഞ്ഞിരിക്കുകയാണ്. ഇവിടേക്ക് വന്ന് ഉള്ള സ്ഥലത്തിൽ ഇരിക്കുവാൻ കനകയോട് പറഞ്ഞു, ആവശ്യപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ അനങ്ങാതെ മിണ്ടാതെ നിശബ്ദരായി കടുവയുടെ വരവിന് വേണ്ടി കാത്തിരുന്നു. അല്ലെങ്കിൽ അവൻ്റെ ശബ്ദത്തിനും അനക്കത്തിനും വേണ്ടി കാത്തിരുന്നു. എത്ര സമയം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കടുവയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ അവൻ്റെ അനക്കമോ അവൻ്റെ ശബ്ദമോ ഒന്നും തിരിച്ചറിയുവാൻ സാധിച്ചില്ല. നമ്മൾ മുന്നേ പറഞ്ഞ ആനറാഞ്ചി പക്ഷി പലപ്പോഴും അവിടിരുന്ന മരത്തിൻ്റെ കൊമ്പിൽ നിന്നും താഴ്ന്നു പറക്കുകയും വീണ്ടും വീണ്ടും കീടങ്ങളെ കൊത്തി അത് നേരത്തെ ഇരുന്ന ആ കൊമ്പിലേക്ക് മടങ്ങുകയും ചെയ്തു. ചുറ്റുപാടും നിരീക്ഷിച്ചു. അവിടെ ഇവിടെയായി ചെടികളിലും മരത്തിൻ്റെ കൊമ്പുകളിലുമായി എല്ലാം ഇരിക്കുന്ന ചെറിയ ചെറിയ പക്ഷികൾക്കും ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. അവ അവരുടെ സ്വാഭാവികമായ കൃത്യങ്ങളിൽ ഏർപ്പെട്ടു. ഞങ്ങൾ ആ കടുവയ്ക്ക് വേണ്ടി അക്ഷമയോടെ കാത്തിരുന്നു. സമയം അതിവേഗം കടന്നുപോയി. സമയം കുറെ കൂടി കടന്നു പോയപ്പോൾ ഞാൻ കനകയോട് പറഞ്ഞു, ഞാൻ നിന്നെ കാടിൻ്റെ അതിർത്തി വരെ കൊണ്ടുവിടാം. കനകയ്യ പറഞ്ഞു, സാഹിബ് എൻ്റെ ഒപ്പം അവിടേക്ക് വന്നു കഴിഞ്ഞാൽ
നമ്മൾ പോകുന്ന കൂട്ടത്തിൽ ആ കടുവ ഇവിടേക്ക് മടങ്ങി എത്തിയാലോ എന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല എന്ന്. അങ്ങനെ ഞാനും കനകയും പതിയെ ആ പാറയുടെ പുറത്തു നിന്നും താഴേക്കിറങ്ങി. കനകയ്യ ഒന്നിനെയും പേടിക്കുന്നവനല്ല, അവനൊന്നിനെയും ഭയമില്ല. അവൻ്റെ കാതുകളും കണ്ണുകളും വനത്തിൽ മൂർച്ചയേറിയതാണ്. ചെറിയ ശബ്ദത്തിൽ നിന്ന് പോലും ഏതു മൃഗമാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവനുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പക്ഷേ അവന് തെറ്റുപറ്റിയതായിരിക്കാം. അവൻ കുറ്റിക്കാടുകൾക്കിടയിൽ കേട്ട അനക്കം കഴുതപ്പുലികളുടേത് ആകാൻ സാധ്യതയുണ്ടല്ലോ. കാരണം ഈ ഭാഗത്ത് നിറയെ കഴുതപ്പുലികളുണ്ട്. എൻ്റെ ചിന്തകൾ എന്നിൽ തന്നെ ഒതുങ്ങി. ഞാൻ ഒരക്ഷരം പോലും കനകയോട് പറഞ്ഞില്ല. കാരണം അവൻ ഈ വനത്തിലെ ഏറ്റവും മികച്ച ട്രാക്കറാണ്. അവൻ പലപ്പോഴും എന്നോട് പറഞ്ഞു, നിങ്ങൾ തിരികെ പൊയ്ക്കോളൂ, നീയും ഒറ്റയ്ക്ക് ഞാൻ പൊയ്ക്കോളാം വനത്തിൻ്റെ അതിരിലേക്ക്. അവിടെ ഗ്രാമത്തിലെ ആളുകളുണ്ടല്ലോ എൻ്റെ ഒപ്പം വന്നേ, അവരോടൊപ്പം ഞാൻ മടങ്ങി ഗ്രാമത്തിലേക്ക് തന്നെ പൊക്കോളാം, നിങ്ങൾ മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു. ഞാൻ അവനെ ഒറ്റയ്ക്ക് അയക്കുവാൻ ആഗ്രഹിച്ചില്ല. കാരണം അവൻ നിരായുധനാണ്. അവൻ്റെ മുന്നിലേക്ക് ആ കടുവ പ്രത്യക്ഷപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആ കടുവ അവനെ കൊന്നേക്കാം. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് ആ വനത്തിൻ്റെ അതിൽ വരെ കൊണ്ടുപോയി അവിടെ ഞങ്ങളുടെ വരവിന് വേണ്ടി കാത്തിരുന്ന ആളുകളുടെ അരികിലേക്ക് അവനെ കൊണ്ടുവിട്ടു. അതിനുശേഷം അവിടെ നിന്നും തിരികെ ഞാനിരുന്ന, അതായത് ആ പശു കിടന്ന ഭാഗത്തേക്ക് നടന്നു. പോകുന്നതിന് മുന്നേ ഞാൻ കനകയോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇരുവരും ഇവിടേക്ക് മടങ്ങി വരാതെ ഒരാൾ പോലും അവിടേക്ക് ഞങ്ങളെ തിരക്കി വരരുതെന്ന്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ തിരികെ നടന്നു. അപ്പോഴേക്കും പതിയെ വനത്തിലേക്ക് ഇരുട്ട് കടന്നു വരുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ചീവീടുകളുടെ അസഹനീയമായ ശബ്ദം വനത്തിൻ്റെ ഇരുവശത്തു നിന്നും എൻ്റെ കാതുകളിലേക്ക് തുളച്ചു കയറി. അല്പസമയത്തിന് ശേഷം ഞാൻ അവിടേക്ക് മടങ്ങിയെത്തിയിട്ടും ആ കടുവ അവിടേക്ക് വന്നതിൻ്റെ യാതൊരു ലക്ഷണവും എനിക്ക് കാണുവാൻ സാധിച്ചില്ല. ഞാൻ പതിയെ ആ പാറക്കല്ലിൻ്റെ മുകളിലേക്ക് കയറുകയും ആ കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുകയും ചെയ്തു. വീണ്ടും സമയം മുന്നിലേക്ക് നീങ്ങി. വനമായതുകൊണ്ട് തന്നെ ധാരാളം പ്രാണികളും കൊതുകുകളും ആ കുറ്റിക്കാടിലേക്ക് എത്തുകയും അസ്വസ്ഥമാക്കുകയും ചെയ്തു. വളരെ സുഖകരമല്ലാത്ത ഒരു ഇരിപ്പായിരുന്നു ആ കുറ്റിക്കാടിനുള്ളിൽ ഇരുന്നത്. പശുവിൻ്റെ ശവം കിടക്കുന്ന ഭാഗത്ത് ബ്ലൂ ബോട്ടിൽ ഫ്ലൈസ് കൂട്ടം കൂട്ടമായി എത്തുന്നുണ്ടായിരുന്നു. ഈ നീല ഈച്ച എന്ന് പറയുന്ന ഒരുതരം ഈച്ചയുണ്ട്. അത് പറന്ന് കൂട്ടം കൂട്ടമായി ആ ചത്ത് കിടക്കുന്ന പശുവിൻ്റെ ശരീരത്തിലേക്ക് വന്നിരിക്കുകയും അത് വല്ലാതെ മൂളുന്ന ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ ശബ്ദങ്ങളെല്ലാം കൂടിക്കലർന്ന ഒരു ഭയാനകമായ, ഒരു ഭീതിതരമായ അന്തരീക്ഷമായിരുന്നു ആ സമയത്ത് അവിടെ സൃഷ്ടിച്ചത്. എങ്കിലും എൻ്റെ കണ്ണുകൾ പോയത് അടുത്തുള്ള കുറ്റിക്കാടുകളിലേക്കായിരുന്നു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ കഥയിൽ പറഞ്ഞിരുന്നല്ലേ, ഇവിടെ നിന്നും കുറച്ചു മാറി ഒരു അരുവി കടന്നു പോകുന്നുണ്ടെന്ന്. അരുവിയുടെ താഴ്വരകളിൽ മൊത്തം വളർന്നു നിൽക്കുന്നത് കുറ്റിക്കാടുകളാണ്, അതും മുൾവർഗത്തിൽപ്പെട്ട കുറ്റിച്ചെടികൾ. ഞാൻ ഇരിക്കുന്ന പ്രദേശവും ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കരിവേല കുറ്റിച്ചെടികൾ കാണാൻ സാധിക്കും. നേരം ഇരുട്ടും തോറും ആ കുറ്റിച്ചെടികൾക്കിടയിലേക്ക് ചെറിയ ചെറിയ പക്ഷികൾ പറന്നു വരുന്നതും അവിടെ ചേക്കേറുന്നതും കാണാൻ സാധിച്ചു. ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കവേ കുറച്ച് സമയം മുന്നിലേക്ക് പോയപ്പോൾ ഒരു കുറ്റിക്കാടിൻ്റെ ഭാഗത്തു നിന്നും നിറയെ പക്ഷികൾ മുകളിലേക്ക് പറന്നുയരുകയും അടുത്തുള്ള വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിലും മറ്റും വന്നിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. അവരാകെ അസ്വസ്ഥമാണ്. ആ കരിവേല കുറ്റിക്കാടിനുള്ളിൽ നിന്നും പക്ഷികൾ ഇങ്ങനെ പറന്നുയരണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുവഴി ആ മൃഗം കടന്നു വന്നിരിക്കുന്നു. കടുവയായിരിക്കാം അവൻ്റെ ഇരയുടെ അരികിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സാന്നിധ്യം വ്യക്തമാക്കുന്നതാണ് ഈ പക്ഷികളുടെ സന്ദേശം. ചന്ദ്രൻ എന്ന മാനത്ത് നേരത്തെ ഉദിച്ചിരുന്നു. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. മരങ്ങളുടെയും കുറ്റിക്കാടുകളുടെയും നിഴലില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നല്ല നിലാവ് പതിച്ചതുകൊണ്ട് തന്നെ അതുവഴി കടന്നു പോകുന്ന എല്ലാം വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ നൈറ്റ് ജാർ എന്ന പക്ഷി ചക് ചക് എന്ന ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങിയിരുന്നു. ഇരിക്കുന്ന ആ പാറക്കല്ലിൻ്റെ പുറകിൽ നിന്നും ഒരു മൂങ്ങ പതിയെ കരയുവാൻ തുടങ്ങി. അത് തുടർച്ചയായി അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇവ രണ്ടും ഒഴിച്ചു നിർത്തിയാൽ ചുറ്റുപാടും വളരെ ശാന്തമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂറോളം യാതൊരു അനക്കവും ഉണ്ടായില്ല. എനിക്ക് വളരെ ശക്തമായ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ ഉറക്കത്തിൻ്റെ പിടിയിലേക്ക് അമരാൻ പോകുകയാണ്. അതിൽ നിന്നും തെന്നി മാറുവാൻ വേണ്ടി ഞാൻ തീവ്രമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പതിയെ ഉറക്കത്തിൻ്റെ പിടിയിലേക്ക് അമരാൻ തുടങ്ങിയ സമയം 5 ഗജ അകലെ നിന്ന് ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു. അതൊരു ഗർജിക്കുന്ന ശബ്ദമായിരുന്നു. അതൊരു വലിയ ആൺകടുവയുടെ ശബ്ദമായിരുന്നു. ആ ശബ്ദത്തോടു കൂടി കാട് മുഴുവൻ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. എല്ലാവരുടെയും മനസ്സിൽ ഭയവും ആകാംക്ഷയും നിറഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാടിൻ്റെ രാജാവ്, വനത്തിൻ്റെ ചക്രവർത്തി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു.
അവൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കാടിനെ അറിയിക്കുകയാണ്, ശ്രദ്ധിക്കുക, മഹാരാജാവ് വരുന്നു. കുറച്ചു മാറി അങ്ങ് അകലെയായി ഒരു മാനിൻ്റെ 4-5 തവണ അലാറം ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അത് കൃത്യമായി ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും എല്ലാം നിശബ്ദമായി, ശാന്തമായി. ഇപ്പോൾ കടുവ ഞങ്ങളിൽ നിന്നും 500 യാർഡ് അകലെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ കേട്ട ആ ശബ്ദം വന്നിരുന്നത് 5 ഗജ അകലെ നിന്നുമായിരുന്നില്ല, മറിച്ച് 500 യാർഡുകൾക്കപ്പുറത്തു നിന്നുമായിരുന്നു. 1 ഗജ് എന്നാൽ 1 യാർഡ് തികച്ചില്ല. 500 ഗജ് എന്നാൽ കൃത്യമായി പറയുകയാണെങ്കിൽ 497 യാർഡ്. ഉറക്കം അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ഇരിപ്പ് ഒന്ന് മാറ്റി, എൻ്റെ കാലുകൾ ഒന്ന് അയവ് വരുത്തി ഒന്ന് നിവർത്തി വെച്ചു, പിന്നെ ഒന്ന് മടക്കി. എൻ്റെ കാലുകളിലെ നരമ്പുകൾക്ക് അയവ് വരുത്തുവാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കുന്നത് എന്നിൽ ഒരു സുഖപ്രദമല്ലാത്ത ഇരിപ്പ് സമ്മാനിക്കും. അത് ചിലപ്പോൾ ഷൂട്ടിങ്ങിനെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ സ്ഥാനചലനം വരുത്തി. കടുവയുടെ ശബ്ദം കേട്ടിരിക്കുന്നത് 500 യാർഡ് അകലെ നിന്നുമാണ്. ചിന്തിക്കുകയാണെങ്കിൽ കടുവയ്ക്ക് ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുവാൻ വേണ്ടത് കൃത്യമായി പറഞ്ഞാൽ 10 മിനിറ്റിൽ താഴെ മതി. കുറച്ച് സമയം അങ്ങനെ പതിയെ മുന്നിലേക്ക് നീങ്ങി. എങ്ങും കനത്ത നിശബ്ദതയായിരുന്നു. ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും കൃത്യമായി പറഞ്ഞാൽ 50-60 യാർഡ് അകലെ നിന്നും ഒരു ഉരുളൻകല്ല് ഉരുണ്ടുപോകുന്ന ശബ്ദം വ്യക്തമായി കേട്ടു. അത് കേട്ടതും ഞാൻ കടുവ വരുവാൻ ആഗ്രഹിച്ച ദിശയിൽ നിന്നുമാണ് ഇപ്പോൾ ആ ശബ്ദം വന്നിരിക്കുന്നത്. അതായത് കടുവ ഇപ്പോൾ വരാൻ പോകുന്നത് ആ ദിശയിൽ കൂടിയാണ്. അതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. ആ ദിശയിലൂടെ കടുവ സഞ്ചരിച്ചു വരികയാണെങ്കിൽ അതിന് മറഞ്ഞു വരുവാൻ പറ്റിയ ഒരുപാട് കുറ്റിക്കാടുകൾ ആ പ്രദേശത്തുണ്ട്. അതിനാലാണ് കടുവ ആ വഴി വരുമെന്ന് ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ കടുവ ഇപ്പോൾ കടന്നു വരുവാൻ പോകുന്നത് ഇടതുവശത്തുകൂടിയായിരിക്കണം. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ രണ്ടാമത്തെ സൂചനയും എത്തി. അതായത് കരുവേല കുറ്റിക്കാടുകളിൽ നിന്നും ഒളിച്ചിരുന്ന പക്ഷികൾ ചിറകടിച്ച് മുകളിലേക്ക് പറന്നുയരുന്ന ആ കാഴ്ചയായിരുന്നു കണ്ടത്, അല്ലെങ്കിൽ ആ ശബ്ദമായിരുന്നു കേട്ടത്. അതായത് ഉരുളൻകല്ലുകൾ ഉരുണ്ടുമാറിയ ശബ്ദത്തിന് ശേഷം ഇത് രണ്ടാമത്തെ സൂചനയായിരുന്നു. പക്ഷികൾ പറന്നുയർന്നു അടുത്തുള്ള മരങ്ങളുടെ കൊമ്പുകളിലും മറ്റും ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ സൂക്ഷിച്ചു നോക്കുന്നത് ആ കുറ്റിക്കാടിലേക്കാണ്. അതും ഒരു സൂചന തന്നെയാണ്. കടുവ അവിടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ മറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സൂചന. കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കടുവ പതിയെ പതിയെ വളരെ ശ്രദ്ധാപൂർവം അവിടെ നിന്നും നടന്നും നീങ്ങുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടു. കാരണം കൂടെ കുറ്റിക്കാടുകളിൽ നിന്നും ചെറിയ പക്ഷികൾ പറന്നുയരുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. കടുവ ഒരിക്കലും വളരെ വേഗം തൻ്റെ ഇരയിലേക്ക് അടുക്കില്ല. ചുറ്റുപാടുമുള്ള പ്രദേശം അവൻ അനുകൂലമാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അവൻ സംഭവം നടന്ന സ്ഥലത്തേക്ക്, അതായത് അവൻ ഇരയെ കൊണ്ടിട്ട സ്ഥലത്തേക്ക് എത്തുകയുള്ളൂ. കുറ്റിക്കാടുകളിൽ നിന്നും പറന്നുയർന്ന പക്ഷികൾ ആ കടുവയെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ എനിക്ക് നൽകി കഴിഞ്ഞിരുന്നു. ഇനിയും ഞാൻ കാത്തിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുവാൻ പോകുന്ന ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു. ആ ശക്തനായ ആൺപുലിയെ എൻ്റെ അടുത്ത് കാണാൻ പോകുന്ന നിമിഷത്തിന് വേണ്ടി റൈഫിലുകളും ടോർച്ചുകളും തയ്യാറാക്കി നിർത്തി ചുറ്റുപാടും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തികഞ്ഞ നിശബ്ദതയായിരുന്നു അവിടെയാകെ അലയടിച്ചത്. കുറച്ച് നിമിഷങ്ങൾ കൂടി കടന്നുപോയി. പക്ഷികളുടെ യാതൊരു അനക്കമോ ശബ്ദമോ ഒന്നും പിന്നീട് കേട്ടില്ല. അങ്ങനെ വീണ്ടും കുറച്ച് സമയം കൂടി പതിയെ മുന്നിലേക്ക് നീങ്ങിയപ്പോൾ വീണ്ടും കുറച്ച് പക്ഷികൾ പറന്നുയരുന്ന ശബ്ദം വ്യക്തമായി കേട്ടു. എന്നാൽ ഇത്തവണ പക്ഷികൾ പറന്നുയർന്നത് എൻ്റെ ഇടതുഭാഗത്തു നിന്നുമായിരുന്നില്ല, മറിച്ച് വലതുവശത്തു കൂടിയായിരുന്നു. അതും ഏകദേശം 30-40 യാർഡ് അകലെ നിന്നും. ഇപ്പോൾ എന്നെ വല്ലാതെ ഒരു മൃഗത്തിൻ്റെ സാന്നിധ്യം അലട്ടുന്നു. അതും എൻ്റെ വലതുവശത്തു നിന്നുമാണ്. അതാ പെൺകടുവയായിരിക്കുമോ? എൻ്റെ സംശയം എന്നെ വല്ലാതെ പിടിമുറുക്കി. കാരണം ഇത്രയും താഴ്ന്ന സ്ഥലത്തിരുന്നു കൊണ്ട് 2 മൃഗങ്ങളുമായി അല്ലെങ്കിൽ 2 കടുവകളുമായി എനിക്ക് ഏറ്റുമുട്ടേണ്ടതായി വരുമോ? വലതുവശത്തുള്ള മൃഗം കുറച്ചുകൂടി അടുത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. കാരണം വീണ്ടും അവിടെ നിന്നും പക്ഷികൾ പറന്നുയരുന്ന ശബ്ദം ഞാൻ കേട്ടു. എനിക്ക് സൂചന ലഭിച്ചു. എന്നാൽ ഇടതുവശത്തുള്ള മൃഗം യാതൊരു ചലനവും കാണിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ കേട്ടത് ഒരു മൃഗത്തിൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദമായിരുന്നു. അത് എന്നിൽ നിന്നും വെറും 5-6 അടി അകലെ നിന്നുമായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ കഴുതപ്പുലി പാറക്കെട്ടിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ കഴുതപ്പുലി വളരെ ഭയന്നിരുന്നു, വളരെ പരിഭ്രാന്തനായിരുന്നു. അവൻ പരിഭ്രാന്തനായിരിക്കുവാൻ കാരണം അവൻ ചെയ്ത തെറ്റായിരുന്നു.
ആ തെറ്റ് എന്തെന്നാൽ അവൻ വനത്തിൻ്റെ രാജാവിൻ്റെ ഇരയെ തിന്നാൻ വന്നിരിക്കുന്നു. പക്ഷേ എന്തു ചെയ്യും, വിശക്കുന്ന വയറിൻ്റെ പ്രശ്നമാണത്. അവൻ കുറച്ച് നിമിഷങ്ങൾ എൻ്റെ ദിശയിലേക്ക് നോക്കി. അതിനുശേഷം ഇരയുടെ അടുത്തേക്ക് നടന്നുപോയി. ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. പക്ഷേ എനിക്ക് അത്ര ഭയമൊന്നും തോന്നിയില്ല. കാരണം കഴുതപ്പുലിയുടെ സാന്നിധ്യം കൊണ്ട് കടുവ അവൻ്റെ ഇരയെ ഉപേക്ഷിച്ചു പോകില്ല. അതെനിക്കറിയാമായിരുന്നു. കടുവ അവൻ്റെ ഇരയെ കഴുതപ്പുലിയെ കൊണ്ട് കൊണ്ടുപോകുവാനും അനുവദിക്കില്ല. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി സന്തോഷവാനായിരുന്നു. കാരണം കഴുതപ്പുലി ഓടിപ്പോകുമ്പോൾ കടുവയുടെ വരവിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു സൂചന കൂടി കിട്ടും. രണ്ടാമതായി കഴുതപ്പുലി കടുവയുടെ ഇരയുടെ അടുത്തുള്ളത് കൊണ്ട് കടുവയ്ക്ക് അവിടെ മറ്റ് ഭീഷണികളൊന്നും ഇല്ലെന്ന് തോന്നുകയും ചെയ്യും. കഴുതപ്പുലിയുടെ പിൻഭാഗം എൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ റൈഫിലുകൾ താഴേക്ക് വെച്ചു. എൻ്റെ ടെൻഷൻ കുറച്ചു കുറഞ്ഞു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ ഇടതുവശത്തുള്ള ആ മൃഗം അവൻ എവിടെ പോയി? എനിക്ക് ഉറപ്പാണ് അതൊരു കടുവ തന്നെയായിരുന്നു. എൻ്റെ ഇടതുവശത്ത് നിന്നത് ഒരു കടുവ തന്നെയായിരുന്നു. ആ കടുവ ഇനിയും ഞങ്ങളെ കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ടോ? അവനൊട്ടും സാധ്യതയില്ല. കാരണം ഇടതുവശത്ത് വളരെ നല്ലപോലെ മറഞ്ഞിരിക്കുവാനുള്ള കുറ്റിക്കാടുകളുണ്ട്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കാണാനുള്ള സാധ്യത ഒട്ടുമില്ല. ഇനിയിപ്പോൾ മണത്ത് കണ്ടുപിടിച്ച് കാണുമോ? അതിനും യാതൊരു സാധ്യതയുമില്ല. കാരണം കടുവകൾക്ക് ഘ്രാണശേഷി വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അവനൊരു പ്രേതത്തെ പോലെ ഇവിടേക്കാണ് അപ്രത്യക്ഷമായത്. ഇപ്പോൾ കഴുതപ്പുലി ആ പശുവിൻ്റെ അരികിലേക്ക് വരികയും അതിനെ ഭക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവൻ വളരെ മോശമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ആ മാംസം വലിച്ചു കീറി തിന്നുന്നത്. അവൻ വളരെയധികം ധൃതിയിലാണെന്ന് തോന്നുന്നു. നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഓടിപ്പോവുകയും കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ആ ദിശയിൽ നിന്ന് വരും. കുറച്ചിരയെ കഴിക്കും. പിന്നെയും ഇത് ആവർത്തിക്കും. അവന് വളരെയധികം ധൃതി ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവൻ വളരെയധികം ഭയപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ്. ഇപ്പോൾ അവൻ പശുവിൻ്റെ വയറ് തുറന്നു. അവനിപ്പോൾ അതിൻ്റെ കുടലും കരളും മറ്റവയവങ്ങളും ശബ്ദമുണ്ടാക്കി തിന്നുകയാണ്. പക്ഷേ ഒരു തവണ പോലും അവൻ ആ പശുവിൻ്റെ എല്ലുകൾ കടിച്ചു മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേൾപ്പിച്ചില്ല. അരമണിക്കൂറോളം കഴുതപ്പുലി ശബ്ദമുണ്ടാക്കി കഴിച്ചു. പക്ഷേ അതിനിടയിൽ ഒരിക്കൽ പോലും എല്ലുകൾ മുറിയുന്ന ശബ്ദം കേട്ടില്ല. അങ്ങനെ ശബ്ദമുണ്ടാക്കി അവൻ പതിയെ പതിയെ കഴിച്ചു നിന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ വേഗം തന്നെ കഴിപ്പ് അവസാനിപ്പിച്ച് ദൂരേക്ക് ഓടിയകന്നു. കടുവ വരാൻ സമയമായിരിക്കുന്നു. അവൻ കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കി ഭയന്നുകൊണ്ടായിരിക്കണം ഇവിടെ നിന്നും ഓടിയകന്നത്. ഇനിയും ഏതു നിമിഷവും ഇരയുടെ അരികിലേക്ക് ആ കടുവ എത്തിയേക്കാം. നേരം പുലർന്നു വന്നു. എന്നിട്ടും ആ കടുവ മാത്രം അവിടേക്ക് വന്നില്ല. അവൻ ഞങ്ങളിൽ വളരെ അടുത്തു വരെ എത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇവിടേക്ക് എത്താഞ്ഞത്? അവൻ എന്തുകൊണ്ടാണ് ഇവിടെ നിന്നും ഓടിപ്പോയത്? അല്ലെങ്കിൽ അകന്നു വിട്ടുപോയത്? അവൻ എന്നെ കേട്ടതുമില്ല, കണ്ടതുമില്ല, മണത്തതുമില്ല. എനിക്ക് ഉറപ്പാണ്. നേരം പുലർന്നു വന്നപ്പോൾ ഞാൻ റൈഫിൾ എടുത്തു. പതിയെ ആ പാറയുടെ പുറത്തു നിന്നും താഴേക്കിറങ്ങി ഗ്രാമം ലക്ഷ്യമാക്കി നടക്കുവാനും തുടങ്ങി. 50 യാർഡ് അകലെ എത്തിയപ്പോൾ കടുവയുടെ ട്രാക്കുകൾ കണ്ടെത്തി. തലേന്ന് രാത്രിയിൽ കല്ലുകൾ ഉരുണ്ടുവരുന്നു എന്ന ശബ്ദം കേട്ടുവെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ ഭാഗമായിരിക്കണം ഇത്. ചുറ്റുപാടും ഒന്നുകൂടി നിരീക്ഷിച്ചു. കാൽപ്പാടുകൾ ഒന്നുകൂടി കൃത്യമായി പരിശോധിച്ചു. അവൻ നേരത്തെ അവിടെ പിടികൂടി കൊണ്ടിട്ട പശുവിൻ്റെ അരികിലേക്ക് നടന്നു വരുവാൻ തുടങ്ങിയതാണ്. ആ കാലടയാളങ്ങൾ കൃത്യമായി അത് തന്നെയാണ് പറയുന്നത്. കാലടയാളം കണ്ടെത്തിയ ഭാഗത്തു നിന്നും അവൻ 20 യാർഡുകൾ കൂടി ഇരയുടെ അരികിലേക്ക് സഞ്ചരിച്ചിരുന്നു. പിന്നീട് അവിടെ നിന്നും പെട്ടെന്ന് അതുവഴി ഒഴുകുന്ന തോടിൻ്റെ മറുകരയിലേക്ക് മുകളിലേക്ക് കയറി പോകുകയായിരുന്നു. അവനിപ്പോൾ ദിശ മാറി മുകളിലേക്ക് പോയ ഭാഗത്തു നിന്നും 30 യാർഡുകൾ അകലെയായിരുന്നു ഞാൻ ഒളിച്ചിരുന്നത്. ഞാൻ ആ പ്രദേശമാകെ മറ്റ് കാലടയാളങ്ങൾക്ക് വേണ്ടി തിരഞ്ഞു. അതായത് ഒരു പെൺകടുവയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നില്ലേ, അതിൻ്റെ കാലടയാളങ്ങളായിരുന്നു ഞാൻ അവിടെ തിരഞ്ഞത്. എന്നാൽ അത് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ മറ്റൊരു പഗ് മാർക്ക് ഞാൻ കണ്ടെത്തി. അതേതാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. തലേന്ന് രാത്രിയിൽ നമ്മൾ കണ്ട ആ കഴുതപ്പുലിയുടെ പഗ് മാർക്ക് തന്നെയായിരുന്നു. ഞാൻ വീണ്ടും അവിടെ നിന്ന് നടന്നു. ചത്തുകിടന്ന പശുവിൻ്റെ അരികിലേക്ക് ചെന്നു. ഞാൻ തലേന്ന് മറഞ്ഞിരുന്ന ആ പാറക്കലിൻ്റെ പുറത്തേക്ക് കയറി. അവിടെ ഞാൻ വെച്ചിരുന്ന ടോർച്ചും എൻ്റെ കുഷനും എടുത്തു. പിന്നീട് ഞാൻ പോയത് മിസ്റ്റർ ബി ഇരുന്ന മച്ചാൻ്റെ അരികിലേക്കാണ്. ആദ്യ പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു 2 പശുക്കളെ ആയിരുന്നു ആ കടുവ ആക്രമിച്ചത്. ഒന്നിൻ്റെ അരികിൽ മച്ചാൻ കിട്ടി. മിസ്റ്റർ ബി അവിടെ കാത്തിരുന്നു. രണ്ടാമത്തെ പശുവിനെ വലിച്ചുകൊണ്ട് പോയെടുത്ത് ഞാനും കനകയെയും കൂടി പോയി. ഞാനിപ്പോൾ മിസ്റ്റർ ബിയുടെ അരികിലേക്ക് മടങ്ങിയെത്തി.
മിസ്റ്റർ ബി മച്ചാനിരിക്കുന്നത് വളരെ കൃത്യമായും വ്യക്തമായും എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ മച്ചാന് താഴെ കടന്നിരുന്ന പശുവിനെ വലിച്ചിടിച്ച നിലയിലാണ് ഞാൻ കണ്ടെത്തിയത്. അതിൻ്റെ മാംസഭാഗങ്ങൾ ഏറെക്കുറയും കടുവ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ മിസ്റ്റർ ബിയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. തലേന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് ഉറക്കം വന്നു എന്നും അറിയാതെ മയങ്ങിപ്പോയെന്നും അയാൾ പറഞ്ഞു. പിന്നെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് നോക്കുമ്പോൾ മച്ചാന് താഴെ ആ പശുവിൻ്റെ ശരീരം ഉണ്ടായിരുന്നില്ല. അത് അവിടെ നിന്നും വലിച്ചിഴച്ചുകൊണ്ട് എങ്ങോട്ടോ ആ കടുവ കൊണ്ടുപോയിരുന്നു. പിന്നീട് ഇരുട്ടിൽ എവിടെ നിന്നോ എല്ലുകൾ ഒടിയുമ്പോഴുണ്ടാകുന്ന ശബ്ദം വളരെ വ്യക്തമായി കേട്ടുവെന്നും മച്ചാനിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് അത് കാണാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞു. ഞാൻ ആ കടുവ വലിച്ചിഴച്ച ആ പശുവിൻ്റെ അരികിലേക്ക് നടന്നു. മച്ചാൻ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഏറെക്കുറെ മാറിയ രീതിയിലായിരുന്നു ആ പശുവിൻ്റെ ശരീരം അവിടെ കിടന്നിരുന്നത്. ചുറ്റുപാടും നല്ല രീതിയിൽ ഞാൻ പരിശോധിച്ചു. അവിടെ നിന്നും 20 യാർഡ് അകലെ വരെ ആ കടുവയുടെ പക്മാർക്കുകൾ വളരെ വ്യക്തമായി എനിക്ക് കാണാൻ സാധിച്ചു. കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നും എനിക്കൊരു കാര്യം വ്യക്തമായി. തലേന്ന് രാത്രിയിൽ എൻ്റെ അരികിൽ വരെ നടന്നു വന്ന ആ കടുവയുടെ അതേ കാലടയാളങ്ങൾ തന്നെയാണ് ഇവിടെയും എനിക്ക് കാണാൻ സാധിച്ചത്. മാംസത്തിൻ്റെ കുറേ ഭാഗം അവൻ ഭക്ഷിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് കാര്യം വ്യക്തമായി. ആദ്യം അവൻ ഒരുപക്ഷെ നടന്നു വന്നിരിക്കുക അവൻ കുറ്റിക്കാടിൽ മറച്ചു വെച്ചിരുന്ന, അതായത് ഞാൻ കാവലിരുന്ന ആ പശുവിൻ്റെ അരികിലേക്കായിരിക്കാം. പെട്ടെന്ന് എന്തോ കാരണം കൊണ്ട് അവൻ മനസ്സ് മാറ്റി അതിനുശേഷമായിരിക്കാം അവൻ ഇവിടേക്ക് നടന്നെത്തിയത്. അതിന് ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ കനകയെയും സംഘവും കടുവ പിടിച്ചുകൊണ്ടുപോയ ആ പശുവിനെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി ആ കടുവ വലിച്ചടിച്ചു കൊണ്ടുപോയ പാടിനെ ട്രാക്ക് ചെയ്ത് പോയപ്പോൾ ആ കടുവ അവിടെ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് കാണണം. പിന്നീട് കനകയും സംഘവും എൻ്റെ അരികിലേക്ക് എന്നെ ഈ വിവരം അറിയിക്കുവാൻ വന്ന സമയം കുറ്റിക്കാടിന് മറവിലിരുന്ന ആ കടുവ ആ പശുവിൻ്റെ ശരീരം അവിടെ നിന്നും വലിച്ചിടിച്ചുകൊണ്ട് ആ പാറക്കെട്ടുകൾ നടന്ന സ്ഥലത്തേക്ക് ആ കുറ്റിക്കാടിൻ്റെ മറവിലേക്ക് കൊണ്ടിട്ടതായിരിക്കാം അവന് സുരക്ഷിതമായി ഇരുന്ന് ഭക്ഷിക്കുവാൻ വേണ്ടി. അത് കഴിഞ്ഞ് അവൻ അവിടെ എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു കുറ്റിക്കാടിൽ സുരക്ഷിതമായി ഇരുന്ന് കാണണം. കടുവകൾ സാധാരണമായി പകൽ സമയങ്ങളിൽ ഇരകളെ ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് പോകാറില്ല. പുള്ളിപ്പുലികൾ ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും കനകയും ആ വനത്തിനുള്ളിലേക്ക് അവനെ തിരിഞ്ഞു പോയതും ആ പശുവിൻ്റെ അരികിൽ ആ വലിയ പാറക്കെട്ടിൻ്റെ മുകളിലുള്ള കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരുന്നതുമെല്ലാം അവൻ കണ്ടിരിക്കാം. ആ കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞായിരിക്കാം അവൻ ഇവിടേക്ക് വരാതെ അവൻ ആദ്യം പിടിച്ചിട്ട ഈ പശുവിൻ്റെ അരികിലേക്ക് പോയതും അതിനെ അവൻ ആവോളം ഭക്ഷിച്ച് അവൻ്റെ വിശപ്പടക്കിയതും. ഞാൻ ചിന്തിച്ചതുപോലെ ഞാൻ ചെയ്തില്ല. അതാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം. രണ്ടാമത്തെ പശുവിനെ അവിടെ നിന്നും മാറ്റണമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത്? കാരണം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കടുവ ഈ ഇരയിൽ നിന്നും മറ്റേ പശുവിൻ്റെ അടുക്കിലേക്ക് പോകുമായിരുന്നു. അവിടെ ആ പശുവിനെ കണ്ടില്ലെങ്കിൽ അവൻ തിരികെ വരുമായിരുന്നു. ഇവിടെ കഴുതപ്പുലിയെ കണ്ടാൽ അവൻ കൂടുതൽ ദേഷ്യത്തോടെ ഉഗ്രമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഇരയുടെ അരികിലേക്ക് പാഞ്ഞു വരുമായിരുന്നു. ഇപ്പോൾ ഒരു വഴി മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. ഒരു ബീറ്റർ സംഘത്തെ സംഘടിപ്പിക്കുക. ഞാൻ ഇരുന്ന തോടിന് കുറച്ചകലെയായി മറ്റൊരു തോടുണ്ടായിരുന്നു. അതിനപ്പുറം ഒരു ഞാവൽ മരവും അതിൻ്റെ അപ്പുറം വിടതൂർന്ന വനവും 2 തോടുകളും ഉണ്ടായിരുന്നു. വിടതൂർന്ന കുറ്റിക്കാടുകളുള്ള വനമാണ്. പക്ഷേ അവിടെ വലിയ മരങ്ങളൊന്നുമില്ല. അപ്പുറത്തുള്ള തോടിനടുത്ത് കുറച്ച് വെള്ളക്കെട്ടുണ്ട്. അതിൽ വെള്ളവുമുണ്ട്. ഒരു പക്ഷേ കടുവ ഇവിടെ നിന്നും ഇരയെ കഴിച്ചതിന് ശേഷം പോയിരിക്കുക അവിടേക്കായിരിക്കാം. ആ വെള്ളക്കെട്ടുകളിൽ തീർച്ചയായും പോയിട്ടുണ്ടാകും. ഭക്ഷണം കഴിച്ചതിന് ശേഷം കടുവകൾക്ക് അല്പം ആലസ്യമുണ്ടാകും. അവൻ അധിക ദൂരം ഇവിടെ നിന്ന് പോകില്ല. ഈ 2 തോടുകൾക്കും ഇടയിലുള്ള എവിടെയെങ്കിലും ആയിരിക്കാം ആ കടുവ ഇപ്പോൾ വിശ്രമിക്കുന്നത്. എൻ്റെ പദ്ധതി ഇതായിരുന്നു. 2 തോടുകളുടെയും കൂടിച്ചേരുന്ന സ്ഥലത്ത് ഞാനിരിക്കും. 10 പേരടങ്ങുന്ന ഒരു സംഘത്തെ ഓരോ തോടിൻ്റെയും അടുത്തേക്ക് അയക്കും. അവർക്ക് ഒരു സൂചന നൽകും. അത് കിട്ടിയാൽ ഉടനെ തന്നെ അവർ വലിയ ശബ്ദത്തോടെ ആ കാട് ഇളക്കി മറിക്കണം. വലിയ പെരുമ്പറകളുടെയും ചെണ്ടകളുടെയും ഉച്ചത്തിലുള്ള അലർച്ചകളുടെയും അകമ്പടിയോടെ കാടിനെ വിറയൽ കൊള്ളിക്കണം. അങ്ങനെ അവിടെ നിന്നും കടുവ ഭയന്ന് മറ്റു ദിശയിലേക്ക് പോകും. അവിടെ നിൽക്കുന്ന ബീറ്റർ സംഘവും ഇതുപോലെ തന്നെ ശബ്ദമുണ്ടാക്കി തോടുകളിലേക്ക് കല്ലുകളും മറ്റും വലിച്ചെറിഞ്ഞ് ആ കടുവയെ മുന്നിലേക്ക് നീക്കണം. അങ്ങനെ ആ കടുവ പാഞ്ഞു വരുന്നത് എൻ്റെ തോക്കിൻ്റെ മുന്നിലേക്കായിരിക്കും. ബീറ്റർ സംഘത്തെ സംഘടിപ്പിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 1000 യാർഡ് അകലെ നിന്നുമാണ്. എൻ്റെ പദ്ധതികളെല്ലാം പറഞ്ഞു.
മിസ്റ്റർ ബി എൻ്റെ അരികിലേക്ക് വന്നു. മിസ്റ്റർ ബിക്ക് രാത്രിയിൽ ഉറങ്ങിപ്പോയതിന് വളരെ ഖേദമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മച്ചാൽ കെട്ടി അതിലിരുന്ന് വേട്ടയാടി വലിയ പരിചയമൊന്നുമില്ല. മച്ചാനിൽ നിന്ന് പരിചയമില്ലാത്ത ഒരാൾക്ക് ഉറക്കം വരുന്നത് സ്വാഭാവികമാണ്. കടുവ അവൻ്റെ ഇരയെ മാറ്റുമ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് മാറ്റുന്നത്, ഒട്ടും ശബ്ദമുണ്ടാക്കാതെ. അവൻ ഇരയെ മാറ്റുന്ന സ്ഥലത്ത് കല്ലുകളോ ഉണങ്ങിയ ഇലകളോ ഇല്ലെങ്കിൽ ചുറ്റുപാടും തികഞ്ഞ നിശബ്ദമായിരിക്കും. ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കില്ല. മിസ്റ്റർ ബിയോട് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബീറ്റർ സംഘത്തെ സംഘടിപ്പിക്കുവാൻ വേണ്ടി നമുക്കും ഗ്രാമങ്ങളിലേക്ക് പോയാലോ എന്ന്. നമ്മൾ കൂടി പോകുമ്പോൾ അതിവേഗം ബീറ്റർ സംഘത്തെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടേക്ക് മടങ്ങിയെത്താം. ഞാൻ തലയാട്ടി പോകാമെന്ന് സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പോൾ വല്ലാതെ വിഷമിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, സമാധാനപ്പെടുത്തി. ഒട്ടും വൈകാതെ തന്നെ ഞങ്ങൾ ഗ്രാമത്തിലെത്തിച്ചേർന്നു. അവിടെ നിന്നും ധാരാളം ചായ ഞങ്ങൾ കുടിച്ചു. ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ആളുകൾ ധാരാളം ഹലുവകൾ ഉണ്ടാക്കി. അതും ഞങ്ങൾ കഴിച്ചു. കടുവയെ കൊന്നിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് വിളമ്പാനുള്ള ഹലുവയായിരുന്നു അത്. കനികയ്ക്ക് ഉറപ്പായിരുന്നു ഇന്ന് രാത്രിയിൽ തീർച്ചയായും ഞാൻ ആ കടുവയെ കൊല്ലുമെന്ന്. അദ്ദേഹം അത് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. ബി അവിടെ ഇരിക്കുമ്പോഴും തൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് അവരോടെല്ലാം ഏറ്റു പറഞ്ഞു. ഞങ്ങളതൊന്നും വലിയ കാര്യമാക്കിയില്ല. ഞങ്ങളതെല്ലാം പെട്ടെന്ന് മറന്ന് വീണ്ടും ഉത്സാഹത്തിലായി. ഞങ്ങൾക്ക് വിജയിക്കുമെന്ന് പൂർണ്ണമായ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ കഴിയുമെങ്കിൽ ആ കടുവകളെ ജീവനെടുക്കണം. ബീറ്റർ സംഘത്തെ തയ്യാറാക്കി. ഗ്രാമത്തിലെ ഓരോ യുവാക്കളും ഞങ്ങൾക്കൊപ്പം വരാൻ തയ്യാറെടുത്തു. കുട്ടികളെയും വൃദ്ധന്മാരെയും ഞങ്ങൾക്കൊപ്പം വരുന്നതിൽ നിന്നും മാറ്റി നിർത്തുവാൻ ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടു. കാരണം അവരും ഞങ്ങൾക്കൊപ്പം വനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയ ബീറ്റർ സംഘത്തെ 2 ടീമാക്കി മാറ്റി. ഒരു ടീമിൻ്റെ പൂർണ്ണമായ ചുമതല ഞങ്ങൾ കനകയ്ക്ക് നൽകി, മറ്റേതിനെ പ്രജയ്ക്കും നൽകി. അങ്ങനെ 2 ടീമിനോടും ഞങ്ങൾ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി. ഞങ്ങൾ ആ തോടിൻ്റെ ഭാഗത്തേക്ക് ഞാനും മിസ്റ്റർ ബിയും പോയിരുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ അനക്കമുണ്ടാക്കി ബഹളം വെച്ച് കാണിളക്കാവുള്ളൂ എന്ന് അവർക്ക് നിർദ്ദേശം നൽകി. നമ്മൾ ഈ ബീറ്റർ സംഘത്തിൽ ഒരു ടീമിൽ 4 പേരുണ്ടെങ്കിൽ പോലും കാര്യം നടക്കുമായിരുന്നു. കാരണം ഇവിടെ ആ കടുവയ്ക്ക് പോകാൻ ഒരേ ഒരു ദിശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു ദിശയിലേക്കും അവന് പോകാൻ സാധിക്കുകയില്ല. പക്ഷേ കടുവ ആൺകടുവയാണ്, ശക്തനാണ്. അത് അത്രയും അധികം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവനെ നിസാരനായി കാണാത്തത്. അതുകൊണ്ടാണ് ആ ബീറ്റർ സംഘത്തിൽ കൂടുതൽ ആളുകളെ ഞാൻ വെച്ചത്. കൂടുതൽ ആളുകളെ ഒരു ബീറ്റർ സംഘത്തിൽ സംഘടിപ്പിച്ച് വെക്കുമ്പോൾ കടുവയുടെ ആക്രമണത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് ആ ആളുകളുടെ സുരക്ഷയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടായിരുന്നു. ഞാനും ബിയും ആ തോടിൽ നിന്നും 20 യാർഡ് അകലെ പൂർണ്ണ സജ്ജമായി കടുവയുടെ വരവിന് വേണ്ടി കാത്തിരുന്നു. 1 മണിക്കൂറിലധികം ബീറ്റർ സംഘം കാടിളക്കി അവിടെ മുഴുവൻ നടന്നു. അതിന് ലഭിച്ച ഫലം ഒരു കഴുതപ്പുലി മാത്രമായിരുന്നു. കടുവയുടെ യാതൊരു അടയാളങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഞാവൽ മരത്തിനടുത്ത് നിന്ന് പരസ്പരം സംസാരിക്കുമ്പോൾ കടുവ താഴെ വനത്തിൽ നിന്നും ഗർജിച്ചു. അതായത് അവൻ ഞങ്ങളിൽ നിന്നും ഏകദേശം 1000 യാർഡ് അകലെയായിരുന്നു. അവൻ അവിടെ പറയാതെ പറയുകയായിരുന്നു, നിങ്ങൾ എന്നെ എവിടെയാണ് തിരയുന്നത്? ഞാൻ നിങ്ങളെ ഇവിടെയാണ് കാത്തിരിക്കുന്നത് എന്ന്. കടുവ അവൻ്റെ തന്ത്രപരമായ കഴിവിൽ ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവൻ വ്യക്തമാക്കി. ഇനിയും ഞങ്ങൾ കാത്തിരിക്കേണ്ടത് അവനൊരു ഇരയെ പിടിക്കുന്നത് വരെയാണ്. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് നല്ല ദീർഘമേറിയ കാത്തിരിപ്പായിരുന്നു. അടുത്ത 22 ദിവസത്തോളം പാലാഷ്കട്ടിൽ ആ കടുവയുടെ യാതൊരു ഇരപിടുത്തവും ഉണ്ടായില്ല. എന്നാൽ അവൻ പിടിച്ച എല്ലാ ഇരകളും പലാഷ്കട്ടിൽ നിന്നും 20 മൈലുകൾ അകലെയായിരുന്നു. ദൂരം വളരെ കൂടുതലായതുകൊണ്ട് വാർത്ത എൻ്റെ അടുത്തേക്ക് എത്താൻ സമയമെടുത്തു. അതുകൊണ്ട് എനിക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. പലതവണ ആ കടുവ ഗ്രാമത്തിനടുത്ത് വന്നു. 2-3 കിലോമീറ്റർ അകലെ നിന്നും അവൻ ഗർജിക്കുമ്പോൾ ഗ്രാമവാസികൾ ആ ശബ്ദം കേൾക്കുകയും പെൺകടുവ അതിന് വിളി കേൾക്കുന്നതും അവർ കേട്ടിരുന്നു. ഞാൻ ഈ കന്നുകാലി പിടിയനായ കടുവയെ പിടിക്കുവാൻ വേണ്ടി ധാരാളം എരുമകളെ കെട്ടിയിട്ടു. പക്ഷേ ആ കടുവ ഞാൻ കെട്ടിയിട്ട ഒരു എരുമയെപ്പോലും പിടിക്കുവാൻ തുനിഞ്ഞില്ല. എന്നാൽ ഞാൻ ആൺകടുവയ്ക്ക് വേണ്ടി കെട്ടിയിട്ട കെണിയിൽ വന്ന് വീണത് ആ പെൺപുലിയായിരുന്നു. ഞാൻ കെട്ടിയതിൽ നിന്നും ഒരു എരുമയെ ആ പെൺകടുവ പിടിച്ചു കൊന്നു. അവിടെ കണ്ട കാലടയാളങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു.
അതിൽ നിന്നുമാണ് അത് ആ പെൺകടുവയാണെന്ന് മനസ്സിലാക്കിയത്. അത് പിടിച്ചുകൊണ്ടുപോയ എരുമയെ അതിന് തന്നെ വിട്ടുകൊടുത്തു. ആവോളം ആഹരിക്കുവാൻ വേണ്ടി വിട്ടുകൊടുത്തു. കാരണം അതിനെ കൊല്ലുവാൻ ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഈ കടുവ പിടിച്ചത് എല്ലാ വളർത്തുമൃഗങ്ങളെയും പകൽ വെളിച്ചത്തിലാണ്. ഇപ്പോൾ ഗ്രാമത്തിനടുത്ത് വളരെയധികം വളർത്തുമൃഗങ്ങളുണ്ട്. എല്ലാവരെയും ശ്രദ്ധിക്കാൻ സാധ്യമല്ലല്ലോ. ഗ്രാമവാസികൾ അവരുടെ നല്ല മൃഗങ്ങളെ സംരക്ഷിച്ചു. ഒരു വേലി കെട്ടി കാടിറങ്ങി വരുന്ന മൃഗങ്ങളെ അവരുടെ വീടുകളിൽ തന്നെ പാർപ്പിച്ചു. വളരെ കുറച്ച് മൃഗങ്ങളെ മാത്രമാണ് വനത്തിൻ്റെ അതിർവരമ്പുകളിൽ മേയാൻ വിട്ടിരുന്നത്. ഞാൻ ആ ഗ്രാമത്തിൻ്റെ സമീപത്തുള്ള പ്രദേശങ്ങളിലൂടെ രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്തിയിരുന്നു. 20 മൈലോളം ഞാൻ രാത്രിയിൽ പെട്രോളിംഗ് ചെയ്യുമായിരുന്നു. എന്നാൽ ഈ വലിയ ആൺകടുവ വളരെ ശ്രദ്ധാലുവും തന്ത്രശാലിയുമായിരുന്നു. ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഒരു മൃഗത്തെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറച്ചു കാലത്തേക്ക് അവൻ ആ ഭാഗത്തേക്ക് വരികയില്ലായിരുന്നു. മറ്റിടങ്ങൾ തേടി പോകുമായിരുന്നു. അവൻ വരാനിടയുണ്ട് എന്ന് കരുതപ്പെടുന്ന ജലസ്രോതസ്സുകളിലെല്ലാം ഞാൻ പോയിരുന്നു. എന്നാൽ ഒരു ജലസ്രോതസ്സുകളിലും അവൻ വന്നിരുന്നില്ല. എൻ്റെ അറിവിൽ ഒരു തവണ മാത്രമാണ് ആ കടുവ ഇരയുടെ അരികിലേക്ക് മടങ്ങി വന്നത്. ആ ഒരു അവസരമാണ് മിസ്റ്റർ ബി ഉറങ്ങിക്കളഞ്ഞത്. എന്നാൽ കടുവയ്ക്ക് അവൻ പിടിക്കപ്പെടാൻ പോകുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഒരു ദിവസം അവൻ 5 പശുക്കളെ കൊന്നു. മൃഗങ്ങളെ പരിഭ്രാന്തനാക്കി അവൻ ആക്രമിച്ച മൃഗങ്ങളൊന്നും ഓടി രക്ഷപ്പെടില്ല. 5 എണ്ണത്തിനെയും കൊന്നു. ഒന്നിനെയും തിന്നില്ല. ഇതുവരെയും അവൻ 3 മാസത്തിനിടയിൽ ഏകദേശം 70 മൃഗങ്ങളെയാണ് കൊന്നു തള്ളിയത്. പക്ഷേ ഇപ്പോൾ അവൻ്റെ സാന്നിധ്യം വീണ്ടും പാലാഷ്കട്ടിനടുത്ത് അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ വീണ്ടും ഗ്രാമത്തിലെത്തി. അവിടെ ഒരു ചെറിയ നാട്ടുകൂട്ടം സംഘടിപ്പിച്ചു. ഞാൻ അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ ഈ വനഭാഗത്തെല്ലാം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ആ കടുവ പിടിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി അവനെ വെടിവെച്ച് കൊല്ലുവാൻ സാധിക്കുക? നിങ്ങളൊരു കാര്യം ചെയ്യും, വനത്തിലും വയലിലും ഗ്രാമത്തിൻ്റെ അതിർവരമ്പുകളിലുമെല്ലാം അലഞ്ഞു നടക്കുന്ന നിങ്ങളുടെ കന്നുകാലികളെ അല്ലെങ്കിൽ നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇരകളെ കിട്ടാതാകുമ്പോൾ ആ കടുവയ്ക്ക് നല്ല വിശപ്പുണ്ടാകും. അപ്പോൾ അവൻ ഇര തേടി വനമിറങ്ങി പുറത്തേക്ക് വരും. അപ്പോൾ ഞാൻ അവനുള്ള ഒരു എരുമയെ കെണിയായി കെട്ടിവെക്കും. മാസങ്ങളായി ഞാൻ ആ കടുവയുടെ പിന്നാലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയുടെ ഒരു ഭാഗത്തു നിന്നും ആ കടുവ ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഒരു വഴി എനിക്ക് തിട്ടമായി അറിയാമായിരുന്നു. ഗ്രാമവാസികൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എല്ലാവരും പശുക്കളെയും എരുമകളെയും ഒരു സ്ഥലത്ത് കൂട്ടി തൊഴുത്തിൽ കൂട്ടി. ചിലതിനെ കെട്ടിയിട്ടു. ചുറ്റും തീയിട്ടു. ആളുകൾ കാവൽ നിന്നും ശബ്ദമുണ്ടാക്കി. കാരണം കടുവ വളരെ ധൈര്യശാലിയാണ്. അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തീയിടുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന്. അല്ലെങ്കിൽ അവൻ എരുമകളുടെ തൊഴുത്തുകളിൽ പോലും ആക്രമണം നടത്തും. ഗ്രാമത്തിൽ നിന്ന് 3 മൈൽ താഴെ കാടിൻ്റെ അതിർത്തിയിൽ ഒരു ഫയർ ലൈൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അതൊരു പേരിന് മാത്രമാണ് ഫയർ ലൈൻ. അതിൻ്റെ ശുചീകരണം നടത്തിയിട്ടില്ല. അതിൽ മുഴുവൻ കാട് വളർന്നിരുന്നു. എന്നാൽ അവിടെ നിന്ന് 3 യാർഡ് അകലത്തിൽ കാടില്ലാത്ത ഒരു ഭാഗമുണ്ടായിരുന്നു. ഈ 3 യാർഡ് നീളമുള്ള ഭാഗത്തിൻ്റെ ഒരറ്റം ഒരു ഉണങ്ങിയ തോടിലേക്കാണ് വന്നു ചേരുന്നത്. മറ്റേ അറ്റം പാലാഷ്കാട്ടിലെ വളർത്തുമൃഗങ്ങളെ മേയാൻ കൊണ്ടുവരുന്ന ഒരു വലിയ മൈതാനത്തിലേക്കും. ഈ പ്രദേശത്ത് എനിക്ക് കടുവയുടെ കാൽപ്പാടുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു കടുവ വരുന്നത് ഇതുവഴി തന്നെ ആയിരിക്കുമെന്ന്. ഈ ഉണങ്ങിയ തോട് ഫയർ ലൈനുമായി വന്ന് ചേരുന്നിടത്ത് ഒരു മരപ്പാലവും അവിടെ ഒരു മരവും ഉണ്ടായിരുന്നു. ആ മരത്തിൽ ഒരു മച്ചാൻ ഉണ്ടാക്കിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മരത്തിന് പിന്നിലായി ഒരു ഇടുങ്ങിയ പാതയുണ്ടായിരുന്നു. മരത്തിൻ്റെ അടുത്ത് തന്നെ എരുമയെ കെട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. ആ പാതയുടെ മറ്റേ വശത്തുള്ള വനത്തിലാണ് കടുവ 5 പശുക്കളെ കൊന്നത്. ഇപ്പോൾ ആ പശുക്കളുടെ ജഡം കഴുതപ്പുലികളും കുറുക്കന്മാരും കഴുകന്മാരും തിന്നിരിക്കുന്നു. പക്ഷേ കുറച്ച് വലിയ എല്ലുകൾ ഇപ്പോഴും ആ പ്രദേശത്ത് ചിതറിക്കിടക്കുന്നുണ്ട്. ഫയർ ലൈനിൻ്റെ മറ്റേ അറ്റത്ത് 1/2 മൈൽ അകലെ കുറ്റിക്കാടുകളുള്ള വനവും അതിനുശേഷം വയലുകളും കൃഷിയിടങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. 3-ാമത്തെ വൈകുന്നേരം ഞങ്ങളുടെ നാട്ടുകൂട്ട യോഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ മച്ചാനിൽ വന്നിരുന്നു. അവിടെ നിന്നും കുറച്ചു മാറി ഒരു കുറ്റിയിൽ എരുമയെ കെട്ടിയിട്ടു. എരുമയെ കെട്ടിയിട്ട കയറിന് നല്ല നീളമുള്ള കയറും അതുപോലെ തന്നെ വലിയ വണ്ണമില്ലാത്ത കയറുമായിരുന്നു. അങ്ങനെ ചെയ്യുവാൻ കാരണം ഇതൊരു കെണിയാണെന്ന് ഒരിക്കലും ആ കടുവ അറിയരുത്. ഈ കയറ് അതിൻ്റെ ദൃഷ്ടിയിലും പെടരുത്.
എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ മച്ചാനിലിരിക്കുകയായിരുന്നു, ചുറ്റുപാട് നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ട്. അപ്പോഴാണ് 1 മൈൽ അകലെ നിന്നും കടുവയുടെ ഗർജനം ഞാൻ കേട്ടത്. മറ്റേ വശത്തു നിന്നും പെൺകടുവയുടെ ഗർജനവും കേൾക്കാമായിരുന്നു. ഇന്ന് ആ പെൺകടുവ അവിടേക്ക് വരരുതേ എന്നും ആൺകടുവ അവൻ്റെ ഇരയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഞാൻ പ്രാർത്ഥിച്ചു. വൈകുന്നേരം 7 മണിയായപ്പോഴേക്കും കടുവ ഞാനിരിക്കുന്ന മരത്തിൻ്റെ പിന്നിലുള്ള തുറന്ന പ്രദേശത്തേക്ക് എത്തിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത് വന്നിരിക്കുവാൻ ഇടയുള്ളത് ആ ഇടുങ്ങിയ പാത വഴി ആയിരിക്കണം. അവിടേക്ക് കടന്നു വന്ന കടുവ ഉച്ചത്തിൽ ഗർജിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പെൺകടുവയുടെ ഗർജനങ്ങളൊന്നും അവിടെ ഉയർന്നു കേൾക്കാൻ ഉണ്ടായിരുന്നില്ല. ഒരു കടുവ ഇത്രയധികം ശബ്ദമുണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതും ഇരയെ തിന്നുമ്പോഴും അത് തേടി പോകുമ്പോഴും. ഇപ്പോൾ ആ കടുവ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവൻ്റെ ഗർജനങ്ങൾ അവിടെ ഉയർന്നു കേൾക്കുന്നത് കൃത്യമായി എനിക്ക് കേൾക്കാൻ സാധിക്കും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാനിരിക്കുന്ന ഇവിടെ നിന്നും കൃത്യമായി 15 യാർഡുകൾക്ക് അപ്പുറമായിരിക്കാം ആ കടുവ നിൽക്കുന്നത്. എന്നാൽ കൃത്യമായി എവിടെയാണെന്ന് മാത്രം എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ മാത്രമേ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം മറ്റൊന്നുമല്ല, എനിക്കും ആ കടുവയ്ക്കും ഇടയിൽ ധാരാളം മരങ്ങളുണ്ടായിരുന്നു. കുറച്ചു സമയം കൂടി ഞാൻ അവിടെ കാതോർത്തു. അങ്ങ് അകലെ നിന്നും എവിടെ നിന്നോ എല്ലുകൾ കടിച്ചൊടിക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. അതായത് അവൻ അവിടെ ഇട്ടിരുന്ന പഴയ എല്ലുകൾ കടിച്ചു പൊട്ടിക്കുകയാണ്. എൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത സന്തോഷം ഇരച്ചു കയറി വന്നു. കാരണം ഇപ്പോൾ കടുവയ്ക്ക് നല്ല പോലെ വിശക്കുന്നുണ്ട്. വീണ്ടും പതിയെ സമയം കുറേ മുന്നിലേക്ക് പോയപ്പോൾ അവൻ നമ്മൾ മുന്നേ പറഞ്ഞ ആ ഫയർ ലൈനിൻ്റെ അടുത്ത് എത്തി എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അവിടെ വരെ അവൻ്റെ ഗർജനങ്ങൾ പതിയെ ഉയർന്ന് കേൾക്കാമായിരുന്നു. അവിടെ എത്തിയപ്പോൾ കൊടുന്നനെ അവൻ്റെ ഗർജനം അവസാനിപ്പിച്ചു. ഒരു പക്ഷേ അവിടെ നിന്നും അവൻ ആ എരുമയെ കണ്ടിരിക്കാം, അവൻ്റെ ഇരയെ അവൻ കണ്ടിരിക്കാം. ഇപ്പോൾ ആ തെളിഞ്ഞ ആകാശവും നിലാവിൻ്റെ വെളിച്ചത്തിലും ആ കടുവയെ വളരെ വ്യക്തമായി എനിക്ക് കാണാൻ സാധിച്ചു. പക്ഷേ രാത്രിയിൽ ഇത്രയും ദൂരെ നിന്ന് വെടിവെക്കുന്നത് സുരക്ഷിതമായിരുന്നില്ല. രണ്ടാമതായി, എന്തിനാണ് ഞാൻ അവനെ വെടിവെക്കുന്നത്? അവൻ എരുമയെ കണ്ടു കഴിഞ്ഞു. ഇനിയും അവൻ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കവേ അവൻ ഫയർ ലൈനുകളെല്ലാം മുറിച്ചു കടന്ന് ആ കൂട്ടിക്കാടിനുള്ളിലേക്ക് മറഞ്ഞു. എനിക്കിപ്പോൾ ഉറപ്പാണ് അവൻ കുറ്റിക്കാടുകളിൽ നിന്നും ആ എരുമയിലേക്ക് ആക്രമണം അഴിച്ചു വിടുമെന്ന്. ഈ സമയം മുഴുവൻ എൻ്റെ കണ്ണുകൾ എരുമയുടെയും കുറ്റിക്കാടുകളുടെയും വനത്തിൻ്റെയും ഇടയിലുള്ള 10 യാർഡ് തുറന്ന സ്ഥലത്തായിരുന്നു. അവൻ ഞാൻ കിട്ടിയ എരുമയെ ആക്രമിക്കുവാൻ കുതിച്ചു വരുമ്പോൾ തന്നെ അവനെ വെടിവെച്ചിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നീട് അവിടെ അധികം ശബ്ദമൊന്നും കേട്ടില്ല. 1-2 തവണ മാത്രം കമ്പുകൾ ഒടിയുന്ന ശബ്ദം ഞാൻ പതിയെ കേട്ടു. കാരണം 2 കിൻഡൽ ഭാരമുള്ള ഒരു മൃഗം ഒരു കൊമ്പിൽ കാൽ വച്ചാൽ കൊമ്പൊടിയുന്നത് സ്വാഭാവികമാണ്. അപ്പോഴാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അതവിടെ സംഭവിച്ചത്. എരുമയിൽ നിന്നും 4 അടി വ്യത്യാസത്തിൽ ആ കടുവ എരുമയുടെ മുകളിലേക്ക് ചാടിയത്. അവൻ ഭൂമിയിൽ നിന്നും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ ആ ആൺകടുവ വലുതായി കാണപ്പെട്ടു. അവനെ കണ്ടപ്പോൾ എരുമയെ കൊല്ലുവാൻ അവൻ അത്ര ധൃതിയൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി. എരുമയുടെയും കുറ്റിക്കാടിൻ്റെയും ഇടയിലുള്ള തുറന്ന സ്ഥലത്ത് നിന്നും ഞാൻ എൻ്റെ നോട്ടം മാറ്റിയതേയില്ല. എന്നിട്ടും അവൻ വരുന്നത് ഞാൻ കണ്ടില്ല. അവൻ അത്രയധികം നിലത്ത് പറ്റിച്ച് അനങ്ങാതെ വന്നതുകൊണ്ടായിരിക്കാം. 9 ഇഞ്ച് മാത്രം ഉയരമുള്ള പുല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും വലിയൊരു കടുവ എങ്ങനെ അതിൽ മറഞ്ഞുവെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എരുമ അത്രയും അടുത്തെത്തി. അവനറിയാമായിരുന്നു എരുമയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് ഇനിയും ഇഴഞ്ഞു നടക്കേണ്ട കാര്യമില്ല, ഇനിയും തുറന്ന് നടക്കാമെന്ന് അവൻ കരുതി. അപ്പോൾ അവൻ എഴുന്നേറ്റു. യാതൊരു ധൃതിയുമില്ലാതെ അവൻ എരുമയുടെ അരികിലേക്ക് നടന്നു നീങ്ങി. ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം വിവരിക്കാൻ എനിക്ക് ധാരാളം സമയം വേണം. പക്ഷേ ഇത് സംഭവിച്ചത് ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ്. ടോർച്ച് തെളിയിക്കാൻ ഞാൻ കുറച്ച് താമസിച്ചു. ഞാൻ തെളിയിച്ചപ്പോൾ ഒരു വശത്ത് കടുവയുടെ കാൽ കാണാം, മറുവശത്ത് കടുവയുടെ തല. അവൻ എരുമയുടെ കഴുത്തിൻ്റെ പിന്നിൽ നിന്നും എത്തി നോക്കുന്നു. അവൻ അപ്പോഴേക്കും എരുമയുടെ ശരീരത്തിൻ്റെ മറവിലേക്ക് മറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും എരുമ അവിടുന്ന് ചാടി മാറി കടുവയുടെ ശരീരം പൂർണ്ണമായും എനിക്ക് കാട്ടിത്തന്നു. പിന്നെ ഒട്ടും സമയം ഞാൻ പാഴാക്കിയില്ല. എൻ്റെ റൈഫിൽ എൻ്റെ തോളിലേക്ക് എടുത്ത് ഉയർത്തി വെച്ചു. അവന് നേരെ എൻ്റെ തോക്കിൻ്റെ കുഴൽ ചൂണ്ടി. തോക്കിൻ്റെ കുഴലിൽ നിന്നും തീ തുപ്പി. ഞാൻ കെട്ടിയ എരുമയുടെ കാൽക്കൽ തന്നെ ആ വലിയ കടുവയും വീണു.
അവൻ യാതൊരു ശബ്ദവും ഉണ്ടാക്കിയില്ല, അനക്കവും ഉണ്ടാക്കിയില്ല. 0.300 ഗ്രേഡ് ഭാരമുള്ള 0.375 മാഗ്നം വെടിയുണ്ട കടുവയുടെ തലയോട്ടിയിൽ നിന്നും 8 ഇഞ്ച് താഴെ നട്ടലിലൂടെയും പിന്നെ കഴുത്തിലൂടെയും നെഞ്ചിലൂടെയും തുളച്ചു കയറി. എനിക്കുറപ്പാണ് കടുവയ്ക്ക് ഒട്ടും വേദന അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അവൻ അപ്പോഴേക്കും മരിച്ചിരുന്നു. അതുപോലെ തന്നെ അവിടെ മറ്റൊരു സംഭവവും അതിനോടൊപ്പം തന്നെ എഴുതി ചേർക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. എൻ്റെ റൈഫിലിൽ നിന്നും മുതിർന്ന വെടിയുടെ ശബ്ദം ഒരു പക്ഷേ ആ എരുമ കേട്ട് കാണില്ല. അവനെ ആക്രമിക്കുവാൻ കടുവ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവൻ ഏതു നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന തിരിച്ചറിവിൽ നിന്നുമായിരിക്കാം ആ ചത്തുകിടന്ന കടുവയെ വീണ്ടും വീണ്ടും ആ എരുമ തൻ്റെ തല കൊണ്ട് ഇടിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.